നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത് എങ്ങനെയാണ് ടോക്കൺ ബേസ്ഡ് ഓതന്റിക്കേഷൻ ചെയ്യുന്നത്. അതായത് നമുക്കറിയാം ഫ്ലട്ടറിന് കൂടെ നമ്മൾ മോസ്റ്റ് ഓഫൺ ഫയർ ബേസ് ആയിരിക്കില്ല ഉപയോഗിക്കുന്നത്. ബാക്ക് വേറെ ഏതെങ്കിലും ബാക്ക് ആയിരിക്കും, ലൈക്ക് പൈത്തൺ ആവാം, അതല്ലെങ്കിൽ നോഡ് ആവാം, വാട്ട് ഏത് ബാക്ക് ഉപയോഗിച്ചാലും രണ്ട് കാര്യങ്ങൾ അതിനകത്ത് ഉണ്ടായിരിക്കും. ഒന്ന് ഓതന്റിക്കേഷനും പിന്നൊന്ന് ഓതറൈസേഷനും. ഓക്കെ, അപ്പോൾ നമ്മൾ നോർമലി ഉപയോഗിക്കുന്നത് JWT ടോക്കൺ, അതായത് ജേസൺ വെബ് ടോക്കൺസ് വഴിയായിരിക്കും നമ്മൾ ഈ ഓതന്റിക്കേഷൻ ചെയ്യുന്നത്. അപ്പോൾ അതെന്താണെന്നും എങ്ങനെയാണത് ചെയ്യുന്നതെന്നും നമ്മൾ API റിക്വസ്റ്റ് ഇടുമ്പോൾ അല്ലെങ്കിൽ API ഹാൻഡിൽ ചെയ്യുമ്പോൾ എങ്ങനെയാണ് എവിടെയാണ് ആ ടോക്കൺസ് പാസ് ചെയ്യുന്നതെന്നും എങ്ങനെയാണ് അത് ഉപയോഗിച്ച് വർക്ക് ചെയ്യുന്നതാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിൽ ഞാൻ ഒരു ഡമ്മി ജേസൺ ഡാറ്റയാണ് ഉപയോഗിക്കുന്നത്. ദാറ്റ് മീൻസ് ഒരു ഡമ്മി API ആണ് ഉപയോഗിക്കുന്നത്. ഇ-കൊമേഴ്സ് API ആണ്. അപ്പോൾ അതിൽ ഓതന്റിക്കേഷൻ ഉണ്ട്. ദെൻ അത് കഴിഞ്ഞിട്ട് ഓതന്റിക്കേറ്റഡ് യൂസർക്ക് എന്ത് ചെയ്യാൻ പറ്റും, അയാൾക്ക് ഓതറൈസ്ഡ് ആയിട്ടുള്ള റിസോഴ്സസ് നിങ്ങൾക്ക് ആക്സസ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മൾ ഈ വീഡിയോയിൽ ചെയ്യുന്നത്. ഐ തിങ്ക് ദിസ് വീഡിയോ മേ ബി യൂസ്ഫുൾ ടു യു. ദിസ് വീഡിയോ ഇസ് അബ്സല്യൂട്ട് ബിഗിനേഴ്സ്. ലൈക്ക് ആദ്യമായിട്ട് ഫ്ലട്ടർ പഠിക്കുന്ന ആളുകൾ, അല്ലെങ്കിൽ API ഹാൻഡ്ലിംഗ് പഠിക്കുന്ന ആളുകൾക്ക് വേണ്ടിയുള്ള വീഡിയോ ആണ്. ബിക്കോസ് ഐ തിങ്ക് ഞാൻ ബ്ലോക്ക് ക്ലീൻ ആർക്കിടെക്ചർ ഒക്കെയാണ് ക്ലാസ് എടുത്തിരുന്നത്. പക്ഷേ സം ഓഫ് യു റിക്വസ്റ്റഡ് മീ ടു ഡു സംതിങ് ഫ്രം ബേസിക്. അതായത് ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ, ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ കൺഫ്യൂഷനുള്ള ആളുകൾ ഉണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ കുറേ പേര് എനിക്ക് മെസ്സേജ് അയച്ചിരുന്നു, ടെലഗ്രാമിലും വാട്സപ്പിലൊക്കെ മെസ്സേജ് അയച്ചിരുന്നു. ഓക്കെ, സോ ദിസ് വീഡിയോ ഈസ് ഫോർ ദോസ് ഹു ആർ ന്യൂ ടു ദിസ് APIs. ഓക്കെ, സോ നമുക്ക് വീഡിയോ തുടങ്ങാം. അതിനു മുമ്പ് ആസ് യൂഷ്വൽ ഐ എം ഗോയിങ് ടു ഗിവ് എ ബ്രീഫ് ഇൻട്രൊഡക്ഷൻ അബൌട്ട് വാട്ട് ഈസ് ദിസ് ഓതറൈസേഷൻ ആൻഡ് ഓതന്റിക്കേഷൻ. ഓക്കെ, മേ ബി ഈ രണ്ട് വാക്ക് നമ്മൾ ഫെമിലിയർ ആയിരിക്കും. അപ്പോൾ അത് തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്ന് നമുക്ക് നോക്കാം. ഞാൻ ജസ്റ്റ് ഒരു ഇമേജ് പിക്ക് ചെയ്തിട്ടുണ്ട്. ആൻഡ് ദിസ് ഇമേജ് ഈസ് ഫ്രം ESL bus. Okay, and this is not created by me, and I just downloaded it from internet. Okay, the all credit goes to this guys, ESL bus. Okay, so what is the difference between this authentication and authorization? Authentication എന്ന് പറയുന്നത്, this is a process of verifying the identity of a user or a system. See, authentication normally നമ്മൾ പറയുന്നത് എന്തിനായിരിക്കും, ഇത് ആരാണ് എന്ന്, ഹൂ യു ആർ എന്നുള്ള ക്വസ്റ്റ്യൻ്റെ ആൻസർ ആയിരിക്കും. അപ്പോൾ നമ്മൾ നോർമലി അതിൽ ചെയ്യുന്നത് യൂസർ നെയിമും പാസ്വേഡും ഒക്കെ, അല്ലെങ്കിൽ ബയോമെട്രിക് സം അതർ തിങ്, സെക്യൂരിറ്റി ടോക്കൺസ് വെച്ചിട്ടായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്, ഓതന്റിക്കേഷൻ ചെയ്യുന്നത്. അതിന് ഏറ്റവും ബെസ്റ്റ് എക്സാമ്പിളാണ് നമ്മൾ ഉപയോഗിക്കുന്ന ലോഗിൻ സിസ്റ്റം. അതിൽ നമ്മൾ ക്രെഡൻഷ്യൽസ് എൻ്റർ ചെയ്യുന്നു, ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നു. ഇഫ് ദാറ്റ് ക്രെഡൻഷ്യൽസ് ഈസ് വാലിഡ് യു വിൽ ഗെറ്റ് ആക്സസ്, അല്ലെങ്കിൽ നമ്മൾ ഓതന്റിക്കേറ്റഡ് ആവുകയാണ് ചെയ്യുന്നത്. Then on the other hand, authorization എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ the process of granting or denying access to a user or a system based on their identity and permission. ഇപ്പം നമ്മൾ ഓതന്റിക്കേറ്റ് ചെയ്ത് എന്നുള്ളത് കൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, നമുക്ക് ബാക്ക് എൻഡിലെ എല്ലാ റിസോഴ്സും നിങ്ങൾക്ക് ആക്സസ് ചെയ്യാൻ പറ്റില്ല. ഇറ്റ് ഡിപ്പെൻസ്. അതായത് നമ്മൾ എന്ത് റോളാണ് നിങ്ങളുടെ റോള്, അല്ലെങ്കിൽ നിങ്ങളുടെ ആക്സസ് പെർമിഷൻസ് എന്താണ്, നമ്മളുടെ ആക്സസ് ലെവൽസ് എന്താണ്, അതിനെ ബേസ് ചെയ്തിട്ടായിരിക്കും നമുക്ക് അതിലെ ഡിഫറെൻറ്റ് റിസോഴ്സിലേക്കുള്ള ആക്സസ് ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ അതിനെയാണ് നമ്മൾ ഓതറൈസേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഓതന്റിക്കേറ്റഡ് യൂസേഴ്സിനെ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ ഓതന്റിക്കേഷൻ ആണ് എന്ത് ചെയ്യുന്നത്, ആദ്യം ഹാപ്പൻ ചെയ്യുന്നത്. ദെൻ പിന്നെയാണ് എന്ത് ചെയ്യുന്നത്, ഓതറൈസേഷൻ ഹാപ്പൻ ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് അതിൻ്റെ ഒരു ബേസിക് കാര്യം. ഓതന്റിക്കേറ്റ് ചെയ്യുന്നു, ദെൻ ഓതറൈസ് ചെയ്യുന്നു. ഓതറൈസ് മീൻസ് ഓക്കെ, ഹീ ക്യാൻ ആക്സസ് ദാറ്റ്. ഓതന്റിക്കേഷൻ നമ്മൾ ആ സിസ്റ്റത്തിലേക്ക് എൻ്റർ ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ ഓതന്റിക്കേഷൻ എന്ന് വിളിക്കുന്നത്. അപ്പോൾ നമ്മളിവിടെ നോക്കുന്നത് ഹൗ ടു ഓതന്റിക്കേറ്റ്, എങ്ങനെയാണ് നിങ്ങൾക്ക് ഓതന്റിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എന്താണ് തിരിച്ചു തരുന്നത്, യു ആർ ഗോയിങ് ടു ഗെറ്റ് എ ടോക്കൺ. അല്ലെങ്കിൽ ഇതിനകത്തുള്ള ചോദ്യം എങ്ങനെയാണ്, ഓക്കെ ഞാൻ ഓതന്റിക്കേറ്റ് ചെയ്തു, അല്ലെങ്കിൽ ഞാൻ ലോഗിൻ ചെയ്തു, പിന്നെ ഞാൻ എനിക്ക് അതിലുള്ള റിസോഴ്സ് ആക്സസ് ചെയ്യണമെങ്കിൽ അവിടെ എന്തുണ്ടായിരിക്കും, ഓതന്റിക്കേറ്റഡ് യൂസേഴ്സിനെ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, റിസോഴ്സസ് ആക്സസ് ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷെ അവിടെ എന്തുണ്ടായിരിക്കും, അവിടെ ഒരു നിങ്ങൾ ഓതന്റിക്കേറ്റഡ് ഒരു വാലിഡ് യൂസർ ആണെന്ന് അറിയാൻ വേണ്ടി യു വിൽ ഗെറ്റ് എ ടോക്കൺ. ആ ടോക്കൺ നിങ്ങൾ എല്ലാ റിക്വസ്റ്റിന്റെ കൂടെയും സെൻഡ് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, യു ക്യാൻ ആക്സസ് ദ റിസോഴ്സസ്. അപ്പോൾ ഈ ഒരു പ്രോസസ്സാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ ആദ്യം ചെയ്യാൻ പോകുന്നത് എന്ത് ചെയ്യും, നമ്മളൊരു ജസ്റ്റ് ഒരു ലോഗിൻ ഫോം ക്രിയേറ്റ് ചെയ്യും. ദെൻ വി ആർ ഗോയിങ് ടു ഓതന്റിക്കേറ്റ്. നൗ യു ആർ ഗോയിങ് ടു ഗെറ്റ് ബാക്ക് സം ടോക്കൺ. ആ ടോക്കൺ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്,
we are going to save that in a shared preferences. Then after login, we'll move into a home page or something else. പിന്നീട് നമ്മൾ സെൻഡ് ചെയ്യുന്ന ഓരോ റിക്വസ്റ്റിന്റെ കൂടെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, വി ആർ ഗോയിങ് ടു അറ്റാച്ച് ദിസ് ടോക്കൺ. ഈ ടോക്കൺ നമ്മൾ അറ്റാച്ച് ചെയ്യുന്നുണ്ട്. ആൻഡ് ഇൻ ദ ബാക്ക് എൻഡ് ദേ ആർ ഗോയിങ് ടു വെരിഫൈ ഈ വെദർ ദിസ് ടോക്കൺ ഈസ് വാലിഡ് ടോക്കൺ ഓർ എക്സ്പയർഡ് ആയോ, വാലിഡ് ആണോ എന്നുള്ള കാര്യമൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, വെരിഫൈ ചെയ്യുന്നുണ്ട്. ദെൻ ഇഫ് ഇറ്റ് ഈസ് വാലിഡ് യു ആർ ഓതറൈസ്ഡ്. അപ്പൊ ഈ ഒരു പ്രോസസ്സാണ് എന്ത് ചെയ്യുന്നത് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ആൻഡ് നമ്മൾ ഇതിനകത്ത് എന്ത് ചെയ്യുന്നില്ല, JWT ടോക്കൺ ഒന്നും നമ്മൾ ജനറേറ്റ് ചെയ്യുന്നത് നമ്മൾ എഴുതുന്നില്ല. ബിക്കോസ് ദാറ്റ് ഈസ് എ റോൾ ഓഫ് യുവർ ബാക്ക് എൻഡ് ഡെവലപ്പർ. ബിക്കോസ് വി ആർ ജസ്റ്റ് ഫ്രണ്ട് എൻഡ് ഡെവലപ്പേഴ്സ്. ഫ്ലട്ടർ ആണോ നമ്മൾ പഠിക്കുന്നത്, ഫ്രണ്ട് എൻഡ് ആണ്. ആ ഫ്രണ്ട് എൻഡിൽ ഈ ബാക്ക് എൻഡ് ഡെവലപ്പർ തരുന്ന API എൻഡ് പോയിന്റ്സിനകത്തേക്ക് എങ്ങനെയാണ് ഈ പറയുന്ന ബിയറർ ടോക്കണും അങ്ങനത്തെ കാര്യമൊക്കെ എങ്ങനെയാണ് അറ്റാച്ച് ചെയ്യുന്നുള്ള ആ ഒരു കാര്യമാണ് നമ്മളിൽ നോക്കാൻ പോകുന്നത്. ഓക്കെ, ഐ തിങ്ക് നമ്മൾ ചെയ്യാൻ പോകുന്നതിനെ പറ്റിയൊരു ധാരണ നിങ്ങൾക്ക് ഉണ്ടായി എന്ന് വിചാരിക്കുന്നു. ഓക്കെ, നമ്മളൊരു ഒരുപാട് സമയം കളയണ്ട. ലെറ്റ്സ് മൂവ് ഇൻ ടു സം കോഡിങ്. ഓക്കെ, ഞാനൊരു പുതിയ പ്രോജക്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ ആൻഡ്രോയിഡ്, iOS ആൻഡ് വെബ് പാർട്ട് ഉണ്ട്. ഓക്കെ, ആൻഡ് ഓൾറെഡി നമുക്ക് ഇവിടെയുള്ള ഡീഫോൾട്ട് ബോയിലർ പ്ലേറ്റ് ടെംപ്ലേറ്റ് കോഡൊക്കെ ഇവിടെ ഉണ്ട്. ഓക്കെ, നമ്മളിതൊക്കെ ഒന്ന് കുറച്ച് കഴിയുമ്പോൾ ഒന്ന് ഡിലീറ്റ് ചെയ്യും. ഓക്കെ, ആൻഡ് ബിഫോർ മൂവിങ് ഇൻ ടു കോഡിങ്, നമ്മൾ ഏത് എൻഡ് പോയിന്റ് ആണ് യൂട്ടിലൈസ് ചെയ്യാൻ പോകുന്നത് നമുക്ക് നോക്കാം. ഓക്കെ, ഞാൻ എൻ്റെ ബ്രൗസർ ഒന്ന് എടുക്കുന്നുണ്ട്. ഓക്കെ, ഐ എം ഗോയിങ് ടു യൂട്ടിലൈസ് ദിസ് എൻഡ് പോയിന്റ്. Okay, and this is a website dummyjson.com/doc/auth. Okay, or dummyjson.com. ഇതിനകത്ത് എന്ത് ചെയ്യുന്നുണ്ട്, കുറെ ഇ-കൊമേഴ്സ് API, കുറെ ഡമ്മി APIs നിങ്ങൾക്ക് ഉണ്ട്, എൻഡ് പോയിന്റ്സ് ഉണ്ട്. നിങ്ങൾക്കത് ടെസ്റ്റ് ചെയ്ത് നോക്കാനും പഠിക്കാനൊക്കെ യൂട്ടിലൈസ് ചെയ്യാം. അപ്പോൾ ഇതിനകത്ത് ഫ്രീ ആണ്. ഓക്കെ, പ്രത്യേകിച്ച് അക്കൗണ്ട് ഉണ്ടാക്കുക അങ്ങനത്തെ കാര്യമൊന്നും വേണ്ട. ഓക്കെ, അപ്പോൾ അതിൽ വിത്തൗട്ട് ഓതന്റിക്കേഷൻ ഒക്കെ നിങ്ങൾക്ക് ഇതിനകത്ത് ഓൾമോസ്റ്റ് എല്ലാ റൗട്ടും നിങ്ങൾക്ക് ആക്സസ് ചെയ്യാം. ബട്ട് ദർ ഈസ് എ പ്രൊവിഷൻ ഫോർ ലോഗിൻ, അല്ലെങ്കിൽ ലോഗിൻ ചെയ്ത് നിങ്ങൾക്ക് ടോക്കൺ ഗെറ്റ് ചെയ്യാനുള്ള പ്രൊവിഷൻ അതിനകത്തുണ്ട്. ഓക്കെ, അപ്പോൾ അതിൽ നമ്മുടെ എൻഡ് പോയിന്റ് ഇതാണ്. അപ്പോൾ കഴിഞ്ഞ വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാം എന്താണ് എൻഡ് പോയിന്റ് എന്നും എന്താണ് റെസ്റ്റ് API എന്നും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. എങ്ങനെയാണ് മോഡൽ ക്ലാസ് എഴുതുക അങ്ങനത്തെ കാര്യമൊക്കെ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാനത് ഇനിയും റിപ്പീറ്റ് ചെയ്യുന്നില്ല. വീഡിയോ കാണാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലിൽ വേറൊരു വീഡിയോ ഉണ്ട്. ദർ ആർ ലോട്ട് ഓഫ് വീഡിയോസ് APIയുമായി ബന്ധപ്പെട്ട കുറേ വീഡിയോ ഉണ്ട്. പക്ഷേ അബ്സല്യൂട്ട് ബിഗിനേഴ്സിന് വേണ്ടിയുള്ള റീസെൻ്റ് ആയിട്ട് പബ്ലിഷ് ചെയ്തൊരു വീഡിയോ ഉണ്ട്, ഇതിൻ്റെ തൊട്ട് മുമ്പ് പബ്ലിഷ് ചെയ്തു. അപ്പോൾ ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കുക. ഓക്കെ, ദെൻ അപ്പോൾ നമ്മൾ ഈ എൻഡ് പോയിന്റ് ആണ് യൂട്ടിലൈസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ഐ എം ഗോയിങ് ടു ഹിറ്റ് ദിസ്. ഇവിടെ യൂസർ നെയിം ഉണ്ട്, പാസ്വേഡ് ഉണ്ട്. ഓക്കെ, ആൻഡ് യു കാൺ ഹിറ്റ് ദിസ് ത്രൂ ബ്രൗസർ. നമുക്ക് ബ്രൗസർ വഴി ഇത് ഹിറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഞാൻ എന്ത് ചെയ്യാണ്, ഐ എം ഗോയിങ് ടു യൂട്ടിലൈസ് ദ പോസ്റ്റ്മാൻ. പോസ്റ്റ്മാൻ അറിയാലോ, API ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയുള്ള ടൂളാണ് പോസ്റ്റ്മാൻ എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ പോസ്റ്റ്മാനാണ് ഉപയോഗിക്കുന്നത്. നിങ്ങൾക്ക് ഇതേപോലത്തെ വേറെ ഇഷ്ടംപോലെ ടൂൾസ് ഉണ്ട്, ഇൻസോംനിയ എന്നൊക്കെ പറയുന്ന വേറെ ടൂൾസ് ഉണ്ട്. യു ക്യാൻ യൂസ് ദാറ്റ്. ഓക്കെ, ആൻഡ് ലെറ്റ് മീ കോപ്പി ദിസ് എൻഡ് URL ഫ്രം ഹിയർ. ഓക്കെ, ദിസ് ഈസ് എ എൻഡ് പോയിന്റ്. ആൻഡ് ഇതെന്തായിരിക്കും, ഇത് നമ്മൾ അങ്ങോട്ടാണ് എന്ത് ചെയ്യുന്നത്, അതായത് നമ്മളെ ഫ്രണ്ട് എൻഡിൽ നിന്നും യൂസർ നെയിമും പാസ്വേഡും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് എന്തായിരിക്കും HTTP വെർബ്. ഈ HTTP അല്ലെങ്കിൽ റെസ്റ്റ് API അറിയില്ലെങ്കിൽ ഐ ഹാവ് ഡൺ എ വീഡിയോ ഓൺ റെസ്റ്റ് API, വാട്ട് ഈസ് റെസ്റ്റ് API, വാട്ട് ഈസ് HTTP വെർബ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ, വാട്ട് ഈസ് റെസ്പോൺസ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഞാൻ വെച്ചിട്ടൊരു ചെറിയ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്, ചാനലിലുണ്ട്. യു ക്യാൻ വാച്ച് ദാറ്റ്. ഓക്കെ, സോ ദിസ് ഇസ് നോട്ട് എ ഗെറ്റ് റിക്വസ്റ്റ്, ദിസ് എ പോസ്റ്റ് റിക്വസ്റ്റ് ആൻഡ് ദ URL ഈസ് സംതിങ് ലൈക്ക് ദിസ്. ഇതാണ് നമ്മുടെ URL. ആൻഡ് ഒബ്വിയസ്ലി ഇവിടെ വന്ന് നോക്കിയാൽ നിങ്ങൾക്ക് കാണാം, നമ്മൾ പോസ്റ്റ് ചെയ്യുമ്പോൾ എന്തുണ്ടായിരിക്കും, ഹെഡേഴ്സ് എന്ന് പറയുന്ന ഏരിയ ഉണ്ട്. അപ്പോൾ HTTP ഹെഡറിൽ മെത്തേഡ് ഇവിടെ എഴുതിയിട്ടുണ്ട് പോസ്റ്റ്. HTTP ഹെഡറിൽ നമ്മൾ കണ്ടന്റ് ടൈപ്പ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, കണ്ടന്റ് ടൈപ്പ് എന്ന് പറയുന്നത്, ആൻഡ് വേർ ഡു യു സെറ്റ് ദാറ്റ്, ഇവിടെ വന്നിട്ട് ഗോ ടു ഹെഡേഴ്സ്, ദെൻ യു കൻ ടൈപ്പ് ദ കണ്ടന്റ് ടൈപ്പ് ദാറ്റ് കീ ഹിയർ, കണ്ടന്റ് ടൈപ്പ്. ദാറ്റ് ഈസ് ഇവിടെ നമുക്ക് വാല്യൂ കൊടുക്കാം. That should be application/JSON ആയിരിക്കും. And you can verify that is application/JSON. Then ഇതിന്റെ ബോഡിയിലേക്കാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്, we are attaching the username and password from our front end. ഈ ഒരു നമ്മുടെ ഫ്രണ്ട് എൻഡിലുള്ള ഫോമിൽ നിന്നുമാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്, we are going to fetch these values. Okay, and ഇവിടെ ഈ ഒരു യൂസർനെയിം പാസ്വേഡേ വർക്ക് ചെയ്യുള്ളൂ, വേറെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, വേറെ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റില്ല. സ്റ്റിൽ we are going to use this. Okay, then ഇവിടെ ഞാൻ എന്ത് ചെയ്യാണ്, ബോഡി എടുക്കുക. ബോഡി എന്ന് പറയുന്നത്, okay, I'm going to have row then JSON, and you can have that body here, body
ജേസൺ ആണ്. ജേസന്റെ സിന്റാക്സ് നിങ്ങൾക്ക് അറിയാമല്ലോ. ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം, കീ വാല്യൂ പെയർ ആയിട്ട് കൊടുക്കുകയാണ്. വാട്ട് ഈസ് എ കീ? ഗോ ഹിയർ. കീ എന്ന് പറയുന്ന യൂസർ നെയിം ആണ്. ഓക്കെ, ദെൻ ഫസ്റ്റ് കീ യൂസർ നെയിം കോളൺ ദാറ്റ് യൂസർ നെയിം. ഇവിടുന്ന് ഈ യൂസർ നെയിമേ വർക്ക് ചെയ്യുള്ളൂ. ഇതിനകത്ത് നിന്ന് എന്ത് ചെയ്യുക, കോപ്പി ദിസ് യൂസർ നെയിം. ജേസൺ എപ്പോഴും ഡബിൾ കോട്ടഡ് സ്ട്രിങ് ആയിരിക്കും. ഇവിടെ ഡബിൾ കോട്ടഡ് സ്ട്രിങ്ങിൽ എഴുതി. ദെൻ യു ഹാവ് ദാറ്റ് അനദർ കീ കോൾഡ് പാസ്വേഡ്. Okay, then colon the password. And what is the password? This is a dummy password. You copy that password, then click. Okay, paste it here. Okay, now let's send a request. Okay, now you got the data. ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം, നിങ്ങൾക്ക് എന്ത് വന്നു, ഡാറ്റ ഇവിടെ തിരിച്ചു വന്നിട്ടുണ്ടായിരിക്കും. ഓക്കെ, ഐ ജസ്റ്റ് ബ്യൂട്ടിഫൈ, അല്ലെങ്കിൽ ഞാൻ ഒന്ന് പ്രിട്ടി ആക്കിയത്. ഇവിടെ നോക്ക്, നമ്മൾ URL ഹിറ്റ് ചെയ്തപ്പോൾ യു ഗോട്ട് ദിസ് ഡാറ്റ. ഈ ഡാറ്റ നമുക്ക് തിരിച്ചു വന്നു. യൂസർ ID 15, യൂസർ നെയിം, ദ ഇമെയിൽ, ദ ഫസ്റ്റ് നെയിം, ലാസ്റ്റ് നെയിം, ജെൻഡർ, ഇമേജ് ആൻഡ് ടോക്കൺ. ആൻഡ് ദിസ് ഇസ് വാട്ട് വി നീഡ്, ടോക്കൺ. വി ഗോട്ട് ദ ടോക്കൺ ബാക്ക് ആൻഡ് ദിസ് ഇസ് കോൾഡ് ദ ബിയറോ ടോക്കൺ. ഇതാണ് നമ്മളെ JWT ടോക്കൺ എന്ന് പറയുന്നത്, ജേസൺ വെബ് ടോക്കൺ. ഓക്കെ, ഇത് യൂട്ടിലൈസ് ചെയ്തിട്ടാണ് ഇനി ഞാൻ എന്താണ് ഇവിടെ സംഭവിക്കുന്നത് കാണിച്ചു തരാം. സി, ഐ വാണ്ട് ടു ഗെറ്റ് ഓൾ ദ പ്രൊഡക്ട്സ്. ഇനി നമുക്ക് വേണ്ടത് ഇതിനകത്തുനിന്ന് എന്ത് ചെയ്യണം, പ്രൊഡക്റ്റ് എന്ത് ചെയ്യണം, ഗെറ്റ് ചെയ്യണം. അപ്പോൾ നമുക്ക് ഒരു ഓതറൈസ്ഡ് യൂസർ എങ്ങനെയായിരിക്കും ആ പ്രൊഡക്റ്റ് ഗെറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ നമുക്ക് ഗെറ്റ് ഓൾ പ്രൊഡക്റ്റ് റൗട്ട് ചെയ്യാൻ ഹിറ്റ് ചെയ്യാണ്. അപ്പോൾ നമുക്കിത് ഓതറൈസ് അല്ലാണ്ട് ഹിറ്റ് ചെയ്യാം. പക്ഷേ ഓതറൈസ്ഡ് യൂസറായിട്ട് എങ്ങനെയാണ് നമുക്ക് ആ പ്രൊഡക്റ്റ് ഗെറ്റ് ചെയ്യാൻ നോക്കാം. അതായത് ഈ ടോക്കൺ പാസ് ചെയ്തുകൊണ്ട് എങ്ങനെ നമുക്ക് ഹിറ്റ് ചെയ്യാൻ പറ്റുന്നുള്ള കാര്യം നോക്കാം. ഓക്കെ, ലെറ്റ് മീ ടേക്ക് ദാറ്റ് API എൻഡ് പോയിന്റ്. ഓക്കെ, നമ്മൾ ഹിറ്റ് ചെയ്യാൻ പോകുന്നത് ഈ URL ആണ്. ഇവിടെ കണ്ടോ, dummyjson.com/products /products എന്നാണ്. ഇപ്പം ഞാനിത് ചുമ്മാ ഇവിടെ പോയി ഹിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു എറർ ആയിരിക്കും. ആൻഡ് യു ഗോട്ട് എ 401 അൺഓതറൈസ്ഡ്. ഓക്കെ, ദെൻ ഈ സ്റ്റാറ്റസ് കോഡിനെ പറ്റി നിങ്ങൾക്ക് അറിയില്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ വന്നിട്ട് HTTP സ്റ്റാറ്റസ് കോഡ് എന്ന് ടൈപ്പ് ചെയ്ത് നോക്കുക. HTTP സ്റ്റാറ്റസ് കോഡ്സ്. ഓക്കെ, ദെൻ യു ക്യാൻ ഗോ ടു ദ മോസില്ല ഡോക്യുമെന്റേഷൻ. ഇവിടെ വന്നാൽ നിങ്ങൾക്ക് ഈ റെസ്പോൺസ് കോഡുകളെ പറ്റി നിങ്ങൾക്ക് വായിക്കാം. അതിനകത്ത് ഡിഫറെൻറ്റ് ലെവൽസ് ഓഫ് കോഡ് ഉണ്ട്. സക്സസ്ഫുൾ റെസ്പോൺസ് ഒക്കെ 200 ലെവലായിരിക്കും. ആൻഡ് റീഡയറക്ഷൻ ഒക്കെ 300 ലെവലായിരിക്കും. ക്ലയൻറ്റ് എറർ ഒക്കെ 400 level of codes ആയിരിക്കും. And if something from your server, that is 500 level of code ആയിരിക്കും. And now check here, you got a 401, that is from your client side. Client side എന്നാണ് എന്ത് ചെയ്തേക്കുന്നത്, എറർ ഹാപ്പൻ ചെയ്തത്. ആൻഡ് വാട്ട് ഈസ് എറർ? നെയിം എന്ന് പറയുന്നത് ടോക്കൺ എക്സ്പയർഡ് എറർ ആണ്. ഓക്കെ, ആൻഡ് ഗോ ടു ഹെഡേഴ്സ്, ഐ ഹാവ് ഓതറൈസേഷൻ ടോക്കൺ ഹിയർ. ബട്ട് ഇത് ഞാൻ നേരത്തെ ആഡ് ചെയ്ത് വെച്ചൊരു ടോക്കൺ ആണ്. ആൻഡ് ലെറ്റ് മീ റിമൂവ് ദിസ് ടോക്കൺ ആൻഡ് സെൻഡ് ഇറ്റ് അഗെയിൻ. നൗ യു ഗോട്ട് ജേസൺ വെബ് ടോക്കൺ എറർ വന്നു. ഓക്കെ, ഞാൻ ടോക്കൺ പാസ് ചെയ്തില്ല. ഓക്കെ, സോ ലെറ്റ്സ് ട്രൈ ടു പാസ് ദ ടോക്കൺ. ഇവിടെ ഞാൻ എന്ത് ചെയ്യണം, നമ്മൾ നേരത്തെ ഹിറ്റ് ചെയ്ത ഈ ലോഗിൻ ചെയ്യാൻ പോകണം. ഓക്കെ, സോ സെൻഡ് ദാറ്റ്. നൗ യു ഗോട്ട് എ ടോക്കൺ, കോപ്പി ദിസ് ടോക്കൺ. ഈ ടോക്കൺ എന്ത് ചെയ്യാണ്, ഞാൻ കോപ്പി ചെയ്യാണ്. ഇത് നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ ഷെയർഡ് പ്രിഫറൻസിൽ എവിടെയെങ്കിലും കീപ്പ് ചെയ്ത് വെക്കും. ഇനി നമ്മളെ ആപ്പ് ലോഡായി വരുന്നു, ലോഗിൻ ചെയ്തു, ഹോം പേജിൽ വന്നു, അവിടെ നമുക്ക് ഓൾ പ്രൊഡക്റ്റ് ലിസ്റ്റ് ചെയ്യണം. അപ്പോൾ നമ്മൾ ഈ റൗട്ടിനെ ഹിറ്റ് ചെയ്യണം. ഈ റൗട്ടിനെ ഹിറ്റ് ചെയ്യുമ്പോൾ ചുമ്മാ പോയി ഹിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എററായിരിക്കും കിട്ടും, ഒരു പ്രൊഡക്റ്റും കിട്ടില്ല. ബിക്കോസ് അതെന്തായിരിക്കും, ഓതറൈസ്ഡ് യൂസേഴ്സിന് മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, പ്രൊഡക്റ്റ് ആക്സസ് ചെയ്യാൻ പറ്റുള്ളൂ, ആ റിസോഴ്സ് ആക്സസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ ഇവിടെ വന്നിട്ട് ഓതറൈസേഷൻ ബെയറർ, ദെൻ പുട്ട് എ സ്പേസ് ആൻഡ് പുട്ട് ദ ടോക്കൺ. ആ കോപ്പി ദ ടോക്കൺ ഞാൻ കൊടുത്തു, എന്നിട്ട് സെൻഡ് ചെയ്യുക. നോ യു ഗോട്ട് യുവർ പ്രൊഡക്റ്റ്. ഇവിടെ കണ്ടു, നമുക്ക് റെസ്പോൺസ് വന്നു. യു ഗോട്ട് 200 ഓക്കെ. 200 ഓക്കെ എന്ന് പറഞ്ഞാൽ സക്സസ് ആണ്. ദാറ്റ് മീൻസ് നിങ്ങൾക്ക് ഡാറ്റ തിരിച്ചു വന്നിട്ടുണ്ട്. ഇതായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്, ഫ്രണ്ട് എൻഡിൽ എന്ത് ചെയ്യാൻ പോകുന്നത്, യൂട്ടിലൈസ് ചെയ്യാൻ പോകുന്നത്. ഈ ജേസൺ എടുത്തിട്ടാണ് നമ്മൾ യൂട്ടിലൈസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ സത്യത്തിൽ എന്ത് ചെയ്യുന്നത്, ഈ ഓതറൈസേഷൻ ചെയ്യുന്നത്. ഇപ്പോൾ നമ്മൾ ജസ്റ്റ് API ടെസ്റ്റ് ചെയ്തതാണ്. അപ്പോൾ ഈ ഒരു പ്രോസസ്സ് നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ഫ്രണ്ട് എൻഡിൽ നിന്നും എന്ത് ചെയ്യണം, HTTP ഇവിടെ നമുക്ക് UI ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ യൂസർ ഇന്റർഫേസ് ഉപയോഗിച്ച് ഹെഡറും കണ്ടന്റ് ടൈപ്പ് ഒക്കെ എഴുതുക ചെയ്ത്. അപ്പോൾ നമ്മൾ കോഡ് എഴുതിയിട്ട് എന്ത് ചെയ്യണം, അതിലേക്ക് പാസ് ചെയ്ത് കൊടുക്കണം. ഓക്കെ, അപ്പോൾ ഈ ഒരു പ്രോസസ്സാണ് നമ്മൾ ഫ്ലട്ടറിൽ ചെയ്യാൻ പോകുന്നത്. ആൻഡ് നമുക്ക് എന്ത് വേണം, പ്രൊഡക്റ്റ് തിരിച്ചു കിട്ടുന്നതുകൊണ്ട് പ്രൊഡക്റ്റ് മോഡൽ ഉണ്ടായിരിക്കും. നമുക്കൊരാൾ ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ യൂസറുടെ ഡാറ്റ നമുക്ക് തിരിച്ചു വരുന്നുണ്ട്.
ഓക്കെ, അങ്ങോട്ട് സെൻഡ് ചെയ്യുന്ന യൂസർ നെയിം പാസ്വേഡും മാത്രമേ ഉള്ളൂ. പക്ഷെ നിങ്ങൾക്ക് തിരിച്ച് കിട്ടുന്ന അയാളുടെ കുറേ ഡാറ്റ സെൻഡ് ചെയ്യുന്നുണ്ട്, തിരിച്ച് കിട്ടുന്നുണ്ട്. അപ്പോൾ നമുക്കൊരു യൂസർ മോഡൽ ഉണ്ടാക്കണം. ഓക്കെ, ദീസ് ആർ ദ തിങ്സ് വി ആർ ഗോയിങ് ടു make. Okay, I think the concept is clear to you, and as a fresher, this is what happening in this authentication and authorization. I think that idea is clear to you, and you can try this on Postman. Okay, if everything is okay, നമുക്കൊരു എ പി എൻ പോയിന്റ് അല്ലെങ്കിൽ ബാക്ക് എൻഡ് ഡെവലപ്പർ നിങ്ങൾക്ക് ഡോക്യുമെന്റേഷൻ അല്ലെങ്കിൽ ഒരു ഡോക്യുമെന്റേഷനും ഇല്ലെങ്കിൽ ജസ്റ്റ് റൗട്ടൊക്കെ തന്നിട്ടുണ്ടായിരിക്കും. അപ്പോൾ ആ റൗട്ട് ഉപയോഗിച്ച് നിങ്ങൾക്ക് പോസ്റ്റ്മാൻ ഉപയോഗിച്ച് ഹിറ്റ് ചെയ്ത് നോക്കാം. അതിൽ ഓതറൈസേഷൻ ഉണ്ടോ, ഓതന്റിക്കേഷൻ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യും, വേറെ ടോക്കൺ വേണോ, ടോക്കൺ റിക്വയർഡ് ആണോ എന്നൊക്കെ തന്നിട്ടുണ്ടായിരിക്കും. അത് വെച്ച് നിങ്ങൾക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഓക്കെ, ആൻഡ് ദിസ് ഇസ് ഹൗ യു ടെസ്റ്റ്, ആൻഡ് ദിസ് ഇസ് ഫ്രീ തിങ്. നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ഡൗൺലോഡ് ചെയ്യാം, എന്നിട്ട് ഉപയോഗിക്കാം. അതല്ലെങ്കിൽ ഒന്നുകൂടി ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ഇൻസോംനിയ പോലത്തെ ടൂൾ ഉപയോഗിക്കാം. ഓക്കെ ഓക്കെ അല്ലേ? ലെറ്റ്സ് മൂവ് ഇൻ ടു സം കോഡിങ്. Let me create some folders here. I'm not going to do any clean architecture or any patterns here because this is up for absolute beginners. ഫ്രഷ് ആയിട്ട് എ പി ഐ ഹാൻഡ്ലിംഗ് ഒക്കെ പഠിക്കുന്ന ആളുകൾക്ക് വേണ്ടിയാണ്. അപ്പോൾ ജസ്റ്റ് ആ കൺസെപ്റ്റ് ഒന്ന് ക്ലിയർ ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഗ്രാജുവലി നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, MVC, MVVM അല്ലെങ്കിൽ ബ്ലോക്ക് അങ്ങനത്തെ പാറ്റേണിലൊക്കെ ഇത് മാറാം. ഓക്കെ, വൺസ് യു ഗോട്ട് ദ ഐഡിയ. ഓക്കെ, സോ ദിസ് ഇസ് ഫോർ മോഡൽസ്. Okay, then I'm going to have a new folder, services. Okay, then create a new folder for screens. Okay, so inside the screen I'm going to create a dot file called login underscore page or screen login page, and import material. And that should be a state. I'm going to use stateful widget, but in actual applications, maybe നമ്മൾ വേറെ ഏതെങ്കിലും സ്റ്റേറ്റ് മാനേജ്മെന്റ് ടെക്നിക്കൊക്കെ ഉപയോഗിച്ചിട്ടായിരിക്കും ചെയ്യേണ്ടാവുക. ആൻഡ് സോ ആ ടൈമിൽ നമ്മൾ എന്തായിരിക്കും, സ്റ്റേറ്റ്ലെസ് വിഡ്ജറ്റ്സ് ആയിരിക്കും ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്, സ്റ്റേറ്റ്ഫുൾ ആയിരിക്കില്ല. ആൻഡ് റൈറ്റ് നോ നിങ്ങൾ ബിഗിനേഴ്സ് ആയതുകൊണ്ട് യു ക്യാൻ യൂസ് ദ സ്റ്റേറ്റ്ഫുൾ വിഡ്ജറ്റ്. ഓക്കെ, ദെൻ ഐ എം ഗോയിങ് ടു ഹാവ് ലോഗിൻ പേജ്. ഓക്കെ, എന്തൊക്കെ വേണം നമ്മളെ ലോഗിൻ പേജിൽ? നമുക്ക് വേണ്ടത് സ്കഫോൾഡ്, then the body should be, I'm going to have a container. I'm a big fan of container, that's why I use container always. Okay, and infinity. Then നിങ്ങൾക്ക് ഇതിനകത്ത് സ്കഫോൾഡ് ലിസ്റ്റ് വ്യൂ എഴുതിയൊക്കെ ചെയ്യാം. ഇറ്റ്സ് അപ് ടു യു, നിങ്ങൾക്ക് ഓൾറെഡി യു ഐ അറിയുന്ന ആളായിരിക്കുമല്ലോ. ദെൻ ഹൈറ്റ്, വിഡ്ത്ത്, ഇൻഫിനിറ്റി. ദെൻ ചൈൽഡ് ഷുഡ് ബി, I'm going to have a column. Okay, then children. Okay, and ഇനി നമുക്ക് വേണ്ട എന്തായിരിക്കും, ഇവിടെ നമുക്ക് രണ്ട് കാര്യങ്ങൾ വേണം. ഞാനിത് കൂടുതൽ ഭംഗിയൊന്നും ആക്കുന്നില്ല. നമുക്ക് എന്ത് വേണം, ഐ നീഡ് എ ടെക്സ്റ്റ് ഫോം ഫീൽഡ്. ഓക്കെ, ദെൻ വൺ മോർ ടെക്സ്റ്റ് ഫോം ഫീൽഡ്. നമുക്ക് യൂസർ നെയിമും പാസ്വേഡ് എന്ത് ചെയ്യണം, എൻ്റർ ചെയ്യണം. ഓക്കെ, ഇവിടെ സൈസ് ടു ബോക്സ്, ഹൈറ്റ് ഓഫ് 20, ആൻഡ് ഐ നീഡ് എ ബട്ടൺ ഹിയർ. ഇവിടെ എനിക്കൊരു ബട്ടൺ വേണം. ഐ എം ഗോയിങ് ടു ഹാവ് എ container again. Then the height should be 48, width should be 250, and the child should be a center. Then again the child should be a text widget. Then there should be login. Okay, then if you want you can have a color here, color, and I think decoration is better. Box decoration, color, which color? Orange. Okay, and don't look at the aesthetics of this UI. നമ്മൾ concept ആണ് പഠിക്കാൻ പോകുന്നത്. Okay, then again I need a border radius of circular 15. Okay, let's run this. Go to main.dot and remove everything from here. Then I don't want these classes. I'm going to create my own. Okay, delete this thing. And this is going to have login page. Okay, ഞാൻ ഇപ്പോൾ സ്പ്ലാഷ് പേജ് ഒന്നും ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നില്ല. നിങ്ങൾക്ക് ഓൾറെഡി അറിയാമല്ലോ. അതായത് വൺസ് ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ എപ്പോഴും ലോഗിൻ ചെയ്യാൻ പിന്നെയും പറയില്ല. എന്തായിരിക്കും സംഭവിക്കുക, ഓൾറെഡി ആ ടോക്കൺ ഉണ്ടോ ചെക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, പ്രൊഫൈൽ പേജ് അല്ലെങ്കിൽ ഹോം പേജിലേക്കോ ലോഗിൻ പേജിലേക്കോ പോകാം. ഓക്കെ, സമയം ഉണ്ടെങ്കിൽ, ഒരുപാട് ലെങ്തി ആയില്ലെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, ഞാൻ കാണിച്ചു തരാം. ഓക്കെ, ലോഗിൻ പേജ് കോൾ ചെയ്തു. ഞാൻ ലോഗിൻ പേജ് കോൾ ചെയ്തിട്ട് ലെറ്റ് മീ റൺ ദിസ്, സ്റ്റാർട്ട് ദ എമുലേറ്റർ. ഓക്കെ, എമുലേറ്റർ ഒന്ന് അപ്പായി വരട്ടെ. ഓക്കെ, സോ
ഇനി നമുക്ക് അത് റണ്ണായി വരുമ്പോഴേക്ക് നമുക്ക് എന്ത് ചെയ്യാം, ജസ്റ്റ് കുറച്ച് സ്റ്റൈലിംഗ് ഒക്കെ ചെയ്യാം. ടെക്സ്റ്റ് ഫോം ഫീൽഡ് ഉണ്ട്. ടെക്സ്റ്റ് ഫോം ഫീൽഡിന് ഇനീഷ്യലി ഐ നീഡ് എ വാലിഡേറ്റർ. വാലിഡേറ്റർ അറിയാലോ നിങ്ങൾക്ക്. വാലിഡേറ്റർ ക്ലാസ് എഴുതാം. ഇവിടെ ഞാൻ ജസ്റ്റ് ഇവിടെ തന്നെ എഴുതുകയാണ് വാല്യൂ. വാല്യൂ മീൻസ് ഈ ടെക്സ്റ്റ് ഫോം ഫീൽഡ് എന്താണോ ടൈപ്പ് ചെയ്യുന്നത് അതാണ് ഈ വാല്യൂ എന്നതിൽ ഉണ്ടായിരിക്കുക. സിമ്പിൾ. ദെൻ നമുക്ക് എന്ത് ചെയ്യണം, ആ വാല്യൂവിൻ്റെ പുറത്ത് എന്തെങ്കിലും റൂൾ ഇമ്പോസ് ചെയ്യണമെങ്കിൽ അത് നിങ്ങൾക്ക് ഇവിടെ എഴുതാം. സിമ്പിൾ. വാല്യൂ ഡോട്ട് ഐ എം ഗോയിങ് ടു സിംപ്ലി ഞാൻ പറയുകയാണ് ഈസ് എം ടി. വാല്യൂ ഈസ് നള്ളബിൾ. സോ വാല്യൂ ഈസ് എം ടി ആണെങ്കിൽ എന്ത് ചെയ്യണം, ഐ നീഡ് ടു റിട്ടേൺ enter a valid username. അപ്പോൾ യൂസർ നെയിം ഈസ് മാൻഡേറ്ററി. ദെൻ ഇനിയും കണ്ടീഷൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ലോജിക്കൽ ഓപ്പറേറ്റർ ഉപയോഗിച്ച് കമ്പൈൻ ചെയ്യാം. അതല്ലെങ്കിൽ എൽസ് ഇഫ് എഴുതാം. അഗെയിൻ യു ക്യാൻ റൈറ്റ് ഇഫ്. ഓക്കെ, ആൻഡ് ദിസ് ഈസ് ഫോർ ഐ തിങ്ക് വി ഗോട്ട് an error. Let me run this. No, we haven't run that. Okay, so run ആവട്ടെ. ഇനി ഇതേ വാലിഡേറ്റർ ഞാൻ എന്ത് ചെയ്യാണ്, ഞാനിതൊന്ന് കോപ്പി ചെയ്തിട്ട് ഇവിടെ കൊണ്ട് പേസ്റ്റ് ചെയ്തു. ഓക്കെ, ഇവിടെ എൻ്റർ എ വാലിഡ് പാസ്വേഡ്. ഐ തിങ്ക് ദ സ്യൂട്ടബിൾ തിങ് ഇസ് പാസ്വേഡ് ഇസ് മാൻഡേറ്ററി. ഓക്കെ, യു ക്യാൻ റൈറ്റ് യുവർ ഓൺ. ഇവിടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആൻഡ് സൈസ് ടു ബോക്സ് ഇസ് കോൺസ്റ്റ്. ഓക്കെ, ദാറ്റ്സ് വൈ ദാറ്റ് യെല്ലോ ലൈൻ ദ. ഓക്കെ, ആൻഡ് ഇനി നമുക്ക് വേണ്ടത് എന്താണ്, ഈ ബട്ടണെ നമ്മൾ എന്ത് ചെയ്യണം, ക്ലിക്കബിൾ ആക്കണം. സോ ഐ എം ഗോയിങ് ടു റാപ്പ് ദിസ് വിത്ത് എ വിഡ്ജറ്റ്. You can use Inkwell or some gesture data. I'm going to use Ink response because I love that splash. Okay, on tap. Then ഈ on tap like എന്ത് ചെയ്യാൻ പോകുന്നത്, we are going to write the logic for login. Okay, login logic എവിടെയൊക്കെ നമ്മൾ എഴുതാൻ പോകുന്നത്. You can do something like this to do. Okay, see ഇത് to do ആയിട്ട് ഞാൻ എഴുതി. ഓക്കെ, സോ ദിസ് ഈസ് അവർ ഫോം. ആൻഡ് ഇവിടെ ഇനി എന്ത് ചെയ്യണം, മെയിൻ ആക്സിസ് അലൈൻമെൻറ്റ് കൊടുക്കാം. ദാറ്റ് ഷുഡ് ബി സെൻറ്റർ. ദ ക്രോസ് ആക്സിസ് അലൈൻമെൻറ്റ് ഈസ് സെൻറ്റർ. ദെൻ ദിസ് ഈസ് എ കണ്ടെയ്നർ. ഗിവ് എ പാഡിംഗ് എഡ്ജ് ഇൻസെറ്റ് ഡോട്ട് ഓൾ ഓഫ് 20. നോ യു ഗോട്ട് എ ഫോം അറ്റ് എ സെൻറ്റർ. ഓക്കെ, ഇവിടെ ഒരു സൈസ്ഡ് ബോക്സിൻ്റെ കുറവുണ്ടായിരിക്കും ഈ ബട്ടൺ കഴിഞ്ഞിട്ട്. ആൻഡ് യു ക്യാൻ ഹാവ് ദാറ്റ് സൈസ്ഡ് ബോക്സ് ഹിയർ. ഇങ്ക് റെസ്പോൺസിൻ്റെ മുകളിലായിട്ട് ഒരു സൈസ്ഡ് ബോക്സ് കൊടുത്തു. നൗ നിങ്ങൾക്ക് 2 ബോക്സസ് ഇവിടെ ഉണ്ട്. ഓക്കെ, ആൻഡ് യു ക്യാൻ പ്ലേ വിത്ത് ദിസ് ടെക്സ്റ്റ് ഫോം ഫീൽഡ്. അതിൽ സ്റ്റൈലിംഗ് നിങ്ങൾക്ക് നോക്കാം. ആൻഡ് ഫോർ ദ ടൈം ബീങ് ലെറ്റ് മീ ഗിവ് എ ഹിൻറ്റ് ടെക്സ്റ്റ്. ഓക്കെ, ഡെക്കറേഷൻ ഇൻപുട്ട് ഡെക്കറേഷൻ. ഹിൻറ്റ് ടെക്സ്റ്റ് എന്ന് പറയുന്നത് ദിസ് ഷുഡ് ബി യൂസർ നെയിം. ഓക്കെ, save it. Now you got no, I think നമ്മൾ താഴെയാണ് എഴുതിയത്, ഇവിടെ എഴുതും. ഓക്കെ, ദിസ് ഈസ് യൂസർ നെയിം ആൻഡ് ദിസ് ഈസ് ഫോർ പാസ്വേഡ്. ഓക്കെ, ആൻഡ് പാസ്വേഡ് നിങ്ങൾക്ക് ഹൈഡ് ചെയ്യും, ഷോ ചെയ്യുകയൊക്കെ ചെയ്യാം. ടെക്സ്റ്റ് ഫോം ഫീൽഡിനെ കുറിച്ചൊരു വീഡിയോ നമ്മുടെ ചാനലിൽ കിടക്കുന്നുണ്ട്, ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ. ആർക്കെങ്കിലും അറിയില്ല എന്നുണ്ടെങ്കിൽ അത് കാണാം. ഓക്കെ, ഇൻപുട്ട് ഡെക്കറേഷനകത്ത് ജസ്റ്റ് ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണ് ആ ഐക്കൺ കൊണ്ടുവരുന്നത്. സഫിക്സ് ഐക്കൺ എന്നാണ് അതിൻ്റെ പേര്. ആൻഡ് പ്രിഫിക്സ് ആദ്യം, സഫിക്സ് അവസാനം. ഐ എം ഗോയിങ് ടു ഹാവ് ആൻ ഐക്കൺ ബട്ടൺ ഹിയർ. ഐക്കൺ ബട്ടൺ എന്തുണ്ട്, എല്ലാ ബട്ടൺസിനും എന്തുണ്ട്, ഓൺ പ്രസ്ഡ് ഉണ്ട്. അപ്പോൾ അതേപോലെ ഐക്കൺ ബട്ടണും ഓൺ പ്രസ് മാൻഡേറ്ററി ആണ്. ഐക്കണും എന്താണ്, മാൻഡേറ്ററി ആണ്. സി ഐക്കൺ എന്ന് പറയുന്നത് ഐക്കൺസ് ഡോട്ട് എന്ന് പറഞ്ഞിട്ട് ദാറ്റ് ഐക്കൺ നെയിം ഈസ് വിസിബിലിറ്റി ഓഫ്. ഓക്കെ, നൗ സേവ് ദിസ്. യു ഗോട്ട് ആൻ ഐക്കൺ ദർ. ഇനി നമുക്കിത് ക്ലിക്ക് ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം, ഇവിടെ ഇത് ഹൈഡ് ചെയ്യണം. ഒന്നുകൂടി ക്ലിക്ക് ചെയ്താൽ എന്ത് ചെയ്യണം, തെളിഞ്ഞു വരണം. അപ്പോൾ നമുക്ക് ആ ഒരു പ്രോപ്പർട്ടി ടെക്സ്റ്റ് ഫോം ഫീൽഡിൻ്റെ പ്രോപ്പർട്ടിയാണ്. ദാറ്റ് ഈസ് കോൾഡ് ഒബ്സ്ക്യൂർ ടെക്സ്റ്റ് ട്രൂ എന്ന് ഞാൻ കൊടുത്തു. നോ ഇവിടെ ഞാൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ദാറ്റ് നൗ ഇറ്റ് ഈസ് ട്രൂ. ആൻഡ് ഈ ബട്ടൺ ക്ലിക്ക് ചെയ്താൽ ഈ സംഭവം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം, ഇത് ഫോൾസ് ആക്കാൻ പറ്റണം. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അത് ടോഗിൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കത് മാറ്റാം. ഓക്കെ, അപ്പോൾ അതിനുവേണ്ടി ഞാൻ ഇവിടെ വന്നിട്ട് എന്ത് ചെയ്യണം, നൗ ഐ എം ഗോയിങ് ടു യൂസ് എ സെറ്റ് സ്റ്റേറ്റ്. ആൻഡ് നിങ്ങൾ പ്രൊവൈഡറോ അതല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഉപയോഗിക്കുമ്പോൾ, ബ്ലോക്കൊക്കെ ഉപയോഗിക്കുമ്പോൾ സെറ്റ് സ്റ്റേറ്റ് ആയിരിക്കല്ലോ ഉപയോഗിക്കുക. സ്റ്റേറ്റ് മാനേജ്മെൻറ്റ് ഉപയോഗിച്ച് സ്റ്റേറ്റ്ലെസ് വിഡ്ജറ്റ് ആയിരിക്കും, സ്റ്റേറ്റ് മാനേജ്മെൻറ്റ് ഉപയോഗിച്ചിട്ടായിരിക്കും ചെയ്യുക. സോ ഐ എം ഗോയിങ് ടു ഹാവ് എ ബൂൾ വേരിയബിൾ. ബൂൾ ഈസ് ട്രൂ ഈക്വൽ ടു false or is visible എന്ന് കൊടുക്കുക. that is the correct word. is visible equal to false. okay, then എന്ത് ചെയ്യണം,
ഇവിടെ നമ്മളിപ്പോൾ കൊടുത്ത ഒബ്സ്ക്യൂർ ടെക്സ്റ്റ് ട്രൂവിന് പകരം പാസ് ദാറ്റ് ഈസ് വിസിബിൾ. ഐ തിങ്ക് വി ഈസ് ക്യാപിറ്റൽ. ഓക്കെ, ഈസ് വിസിബിൾ. നൗ എന്ത് ചെയ്യാൻ പറ്റണം? ഈ ബട്ടൺ ക്ലിക്കിൽ എന്ത് ചെയ്യാൻ പറ്റണം? ഇതിനെ ടോഗിൾ ചെയ്യാൻ പറ്റണം. അപ്പോൾ നമ്മൾ ഓൺ പ്രസ്സിൽ എന്ത് ചെയ്താണ്? ഐ എം ഗോയിങ് ടു കോൾ ദ സെറ്റ് സ്റ്റേറ്റ്. ദെൻ ഈസ് വിസിബിൾ എന്ന് പറയുന്നത് വിസിബിൾ ഈക്വൽ ടു നോട്ട് ഈസ് വിസിബിൾ. ഈസ് വിസിബിൾ. അതായത് ഇപ്പൊ എന്താണോ അതിന് നേരെ നെഗേറ്റ് ചെയ്യുന്നു. ഇപ്പോൾ ട്രൂ ആണെങ്കിൽ അതിനെ ഫോൾസ് ആക്കും, ഇപ്പോൾ ഫോൾസ് ആണെങ്കിൽ അതിനെ ട്രൂ ആക്കും. ഓക്കെ, ദാറ്റ് ഈസ് സിമ്പിൾ. ദെൻ ഇനി നമുക്ക് എന്ത് ചെയ്യണം? ഈ ഐക്കൺ ഇപ്പൊ ഞാൻ സേവ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും? നൗ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ യു ക്യാൻ സീ ദാറ്റ് ഈസ് വിസിബിൾ. പക്ഷേ ഈ ഐക്കൺ മാറുന്നില്ല. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം? ഈ ഈസ് വിസിബിൾ ഈക്വൽ ടു ട്രൂ ആണെങ്കിൽ, ഈക്വൽ ടു ഫാൾസ് ആണെങ്കിൽ ഇത് കാണിക്കണം. അതല്ലെങ്കിൽ ഷോ സം അതർ ഐക്കൺ, വേറൊരു ഐക്കൺ കാണിക്കണം. ലെറ്റ് മീ കോപ്പി ദിസ് ആൻഡ് പേസ്റ്റ് ഇറ്റ് അഗെയിൻ ആൻഡ് ദാറ്റ് ഐക്കൺ ഈസ് വിസിബിൾ. വിസിബിലിറ്റി ഓഫ് ഉണ്ട്, വിസിബിൾ എന്നുള്ള ഐക്കൺ ഉണ്ട്. ഓക്കെ, വിസിബിൾ ഹിയർ. ഓക്കെ, ഇവിടെ വന്നിട്ട് എന്ത് ചെയ്യാം? വിസിബിലിറ്റി എന്നുള്ള ഐക്കൺ കൊടുത്തു. നൗ യു ക്യാൻ സീ, ഐ തിങ്ക് നേരെ തിരിച്ചായിരിക്കും വേണ്ടി വരും. ഇറ്റ് ഈസ് ട്രൂ. ഒബ്സ്ക്യൂർ ടെക്സ്റ്റ് ട്രൂ ആണെങ്കിൽ കണ്ണ് അടച്ചിരിക്കണം, ഒബ്സ്ക്യൂർ ടെക്സ്റ്റ് ഫാൾസ് ആണെങ്കിൽ കണ്ണ് തുറന്നിരിക്കണം. ഓക്കെ, ക്ലിയർ അല്ലേ? അപ്പൊ ഇങ്ങനെയാണ് എന്ത് ചെയ്യുന്നത്? ഇത് ചെയ്യുന്നത്. ഓക്കെ, ഇനി ഐ ഡോണ്ട് വാണ്ട് ദിസ് ബാനർ ഹിയർ, സോ റിമൂവ് ദാറ്റ് ബാനർ. ഡീബഗ് ഷോ ചെക്ക്ഡ് മോഡ് ബാനർ, ദാറ്റ് ഇസ് ഫാൾസ്. ദാറ്റ്സ് എ ബൂൾ വാല്യൂ, മേക്ക് ഇറ്റ് ഫാൾസ്. ഡീഫോൾട്ട് അത് ട്രൂ ആയിരിക്കും. ഓക്കെ, ഈ ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്? വി നീഡ് ടു ഹാവ് ദാറ്റ് ലോഗിൻ ഫംഗ്ഷനാലിറ്റി. സോ ഗോ ടു മോഡൽസ്, create a new dot file, that is you can have user model. Okay, and I told you how to create a user models, and you can utilize എന്ത് ഉപയോഗിക്കാം? ഒന്നെങ്കിൽ നിങ്ങൾക്ക് ഫ്രം സ്ക്രാച്ച് നിങ്ങൾക്ക് എഴുതാം, അതല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഡാർട്ട്, സോ ജേസൺ ടു ഡാർട്ട് എന്നുള്ള കൺവേർഷൻ ടൂൾസ് ഉപയോഗിക്കാം. ഐ എം ഗോയിങ് ടു യൂസ് this thing. You have a lot of options there. You can use whichever one you want. Okay, so come to your Postman, and this is the response we are going to getting back from that API. അല്ലെങ്കിൽ ഈ എൻഡ് പോയിന്റ് നിങ്ങൾക്ക് തിരിച്ചു കിട്ടുന്ന റെസ്പോൺസ് ആണ്. ഐ വാണ്ട് ടു മേക്ക് എ മോഡൽ ബേസ്ഡ് ഓൺ ദിസ് തിങ്. ഓക്കെ, സോ ക്ലിക്ക് ഹിയർ, കോപ്പി ദാറ്റ്, ദെൻ ഐ നീഡ് ദിസ് ടു ബി user model, then generate. Now you got the model. ഇവിടെ നമുക്ക് എന്തുണ്ട്? ഫ്രം ജേസൺ ഉണ്ട്, ടു ജേസൺ ഉണ്ട്. ഓക്കെ, നമുക്ക് ഇതിനകത്ത് സൈൻ അപ്പ് ഒന്നുമില്ല, അതുകൊണ്ട് നമുക്ക് എന്തില്ല, സൈൻ അപ്പ് ചെയ്യുമ്പോൾ എന്തിൻ്റെ ആവശ്യമില്ല, നമ്മൾ അങ്ങോട്ട് ടോക്കൺ ഒന്നും കൊടുക്കാൻ പോകുന്നില്ല. ഓക്കെ, അപ്പോൾ നമുക്ക് തൽക്കാലം ഈ ഫ്രം ജേസൺ ആണ് വേണ്ടത്. ഞാനിത് കോപ്പി ചെയ്യുന്നുണ്ട്, ആസ് ഇറ്റ് ഈസ് അതേപോലെ കോപ്പി ചെയ്തു. കം ടു യുവർ പ്രൊജക്ട് ആൻഡ് പേസ്റ്റ് ഇറ്റ് ഹിയർ. Now you go to your model and you can modify this model. നിങ്ങൾക്ക് മോഡിഫൈ ചെയ്യാം, എങ്ങനെ വേണമെങ്കിലും മോഡിഫൈ ചെയ്യാം. ലെറ്റ് മീ ഷോ യു ഹൗ ടു മോഡിഫൈ, ഓർ യു ക്യാൻ യൂസ് ദിസ്. മോഡിഫൈയുടെ ആവശ്യമൊന്നുമില്ല. ഓക്കെ, ഇവിടെ നമുക്ക് അങ്ങോട്ട് കൊടുക്കുമ്പോൾ എന്തിൻ്റെ ആവശ്യമില്ല, യു ഡോണ്ട് നീഡ് ദിസ് ടോക്കൺ. അങ്ങോട്ട് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നില്ല. ആക്ച്വലി വി ഡോണ്ട് നീഡ് ദിസ് തിങ്. നമ്മളിപ്പോൾ അങ്ങോട്ട് സൈനപ്പ് ഇതിനകത്ത് ചെയ്യുന്നില്ലല്ലോ. ഓക്കെ, സോ ദാറ്റ്സ് ഇറ്റ്. നമ്മൾ മോഡൽ റെഡിയാണ്. ഇനി എന്ത് ചെയ്യണം? I'm going to create one more folder here that is called APIs. Okay, I'm not going to use any secure storage. അങ്ങനത്തെ കാര്യമൊന്നും ഉപയോഗിക്കുന്നില്ല. ജസ്റ്റ് ഡയറക്റ്റ് ഇവിടെ എഴുതുകയാണ് ചെയ്യുന്നത്. പക്ഷേ ആക്ച്വൽ കേസ് വരുമ്പോൾ അതിനകത്ത് ഇനിയും വേറെ കുറച്ച് കോംപ്ലക്സിറ്റി കൂടിയൊക്കെ വരും. പക്ഷേ നിങ്ങളൊരു ആസ് എ ബിഗിനർ ഇനീഷ്യലി അത്രയും കോംപ്ലക്സിറ്റികളിലേക്ക് പോവാതെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്തിട്ട് ഗ്രാജുവലി യു ക്യാൻ ഗോ അപ്പ്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് വേണം? I need to create a class here that is called new directory API. Okay, then create a class API. Okay, and we are going to define some endpoints. നമ്മൾ ഹിറ്റ് ചെയ്യാൻ പോകുന്ന endpoints ജസ്റ്റ് ഒന്ന് ഇവിടെ എന്ത് ചെയ്യാണ്? ഡിഫൈൻ ചെയ്യാണ്. string base URL equal to what is the base URL, and you can see as every request you have this thing. എല്ലാ റിക്വസ്റ്റിനും കൂടെ എന്തുണ്ട്? ഈ ഒരു URL എന്തുണ്ട്? ഡമ്മി ജേസൺ ഇവിടെ നോക്കിയാലും കാണാം. ഇത് അപ്പോൾ ഇതാണ് നമ്മളുടെ എന്ത്? ബേസ് URL എന്ന് പറയുന്നത്. കോപ്പി ദാറ്റ്, ദെൻ സ്റ്റോർ ഇറ്റ് സംവെയർ. ഇവിടെ സ്റ്റോർ ചെയ്തു. സോറി. ഓക്കെ, ദെൻ ഫൈനൽ സ്ട്രിങ്, ദെൻ യു നീഡ് auth URL. ഓക്കെ, ഈക്വൽ ടു, ഇനി ഇതിൻ്റെ ബാക്കിയായിട്ടാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്? ഓതൻറ്റിക്കേഷൻ URL പാസ് ചെയ്യാൻ പോകുന്നത്. ഇവിടെ നോക്കുക, നമ്മളുടെ auth URL എടുക്കുക.
ഐ തിങ്ക് ദിസ് ഇസ് auth URL ആൻഡ് auth/login എന്നാണ് എന്ത് നമ്മളുടെ auth URL. അപ്പോൾ ഞാൻ ആ auth/ അല്ലേ, ഓക്കെ, ദിസ് ഇവിടെ ഞാൻ സ്ലാഷ് ഇട്ടു, ഇവിടെ സ്ലാഷ് ഇട്ടാൽ ഇവിടെ സ്ലാഷ് വേണ്ട, ഇവിടെ ഓക്കെ. ലെറ്റ് മീ ഹാവ് ദറ്റ് സ്ലാഷ് ഹിയർ /auth login. ഓക്കെ, ഇനി നമുക്ക് എന്ത് വേണം, വൺ മോർ എൻ റൗട്ട് ഉണ്ട്, അത് ഫൈനൽ സ്ട്രിങ് ഓൾ പ്രൊഡക്ട്സ് എന്ന് പറഞ്ഞിട്ട് റൗട്ട് നമുക്ക് ഇവിടെ ചെയ്യാം. ഓക്കെ, ഓൾ പ്രൊഡക്റ്റ് റൗട്ട് ഹിറ്റ് ചെയ്യണമെങ്കിൽ നമ്മളിവിടെ ഹിറ്റ് ചെയ്തല്ലോ, ഇവിടെ കണ്ടോ, ഇതാണ് നമ്മളുടെ ഓൾ പ്രൊഡക്ട്സ്. അതിനകത്ത് auth/products എന്നാണ്. അപ്പോൾ ഇതാണ് നമ്മളുടെ എന്ത് ബേസ് URL അവിടെ ഉണ്ട്, പക്ഷെ അതിന് ബാക്കിയായിട്ട് വരുന്നത് ഇതാണ്. അപ്പോൾ ഞാൻ ഇവിടെ വന്നിട്ട് /auth/products. Okay, that's it. And you can have as many endpoints you can. ഇവിടെ നിങ്ങൾക്ക് വേണ്ട അത്ര എൻഡ് പോയിന്റുകളൊക്കെ എഴുതാം, പക്ഷെ ഞാൻ റൈറ്റ് നൗ നമ്മൾ ഈ രണ്ടെണ്ണം ഹിറ്റ് ചെയ്യാൻ പോകുന്നുള്ളൂ. ഓക്കെ, ആസ് എ ഡെമോൺസ്ട്രേഷൻ പർപ്പസ്. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യണം, വി നീഡ് ടു റൈറ്റ് വാട്ട് സർവീസ് ക്ലാസ്. നമുക്ക് ഇതിനകത്ത് എന്ത് ചെയ്യണം, ഒരു സർവീസ് ക്ലാസ് ക്രിയേറ്റ് ചെയ്യണം. സർവീസ് ക്ലാസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഇവിടെ ഐ എം ഗോയിങ് ടു ക്രിയേറ്റ് എ ന്യൂ .file that is called auth service എന്ന ക്ലാസ് ഉണ്ടാക്കി. ആൻഡ് ബിഫോർ ദാറ്റ് നമ്മൾ HTTP റിക്വസ്റ്റ് ആണ് സെൻഡ് ചെയ്യാൻ പോകുന്നത്. അതുകൊണ്ടാണ് നമുക്ക് എന്ത് വേണ്ടി വരും, യു നീഡ് HTTP. അപ്പോൾ നമുക്ക് പാക്കേജ് ആഡ് ചെയ്യണം, flutter pub add HTTP. Okay, then after that you need to add some we are going to utilize shared preference, so നമുക്ക് അതും കൂടി എന്ത് ചെയ്യണം, flutter pub add shared_preferences. ഓക്കെ, അപ്പോൾ നമ്മൾ പാക്കേജ് ഒക്കെ ഇമ്പോർട്ട് ആയിട്ടുണ്ട് ഇവിടെ. ഓക്കെ, you have 2 packages. Then go to your service class. We are going to create a auth service. Okay, വന്നിട്ട് എന്ത് ചെയ്യുക, ഒരു ക്ലാസ് ക്രിയേറ്റ് ചെയ്യുക. ക്ലാസ്, that class name is auth service. Okay, and first of all I need to import something. നമുക്ക് HTTP വേണം, import HTTP as HTTP. Then I need shared preference, import shared preferences. Okay, then ഇനി നമുക്ക് ചെയ്യേണ്ടത് എന്തായിരിക്കും, ഒരു HTTP ക്ലയൻറ്റ് ഉണ്ടാക്കുന്നു. ഫൈനൽ client equal to http.client. Okay, then we are going to write method login എന്നുള്ള മെത്തേഡ് നമ്മൾ എഴുതാൻ പോകണം. അപ്പോൾ അതിനു വേണ്ടി നമുക്ക് എന്ത് ചെയ്യാം, ഒരു ഫംഗ്ഷൻ എഴുതാം അവിടെ, മെത്തേഡ് future, I think F is capital, sorry, future what you are going to get back. തിരിച്ച് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് എന്തായിരിക്കും, user model. Okay, and the function name is login. Okay, and that is an asynchronous operation, so user model എന്ത് ചെയ്യണം, ഇവിടെ import ചെയ്യണം. Okay, and ഇതിന് return type ഉള്ളതാണ് ഇവിടെ error, and we'll fix that error soon. Try, I'm going to try something. എന്താണ് ട്രൈ ചെയ്യേണ്ടത്, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞതാണ് final response. I'm going to create a variable response equal to await that client dot, കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഉപയോഗിച്ച verb get ആയിരുന്നു, ഇപ്പം നമ്മൾ അങ്ങോട്ട് ഡാറ്റ കൊടുക്കുന്നുണ്ട് ഈ ഫോമിൽ നിന്നുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് എന്ത് വേണം, you need to have that post. Okay, excuse me, പോസ്റ്റ് ആണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ഇവിടെ പോസ്റ്റ് എക്സ്പെക്ട് ചെയ്യുന്നത് എന്താണെന്ന് നോക്കിയാൽ നമുക്ക് കാണാം, URI എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. ദെൻ യു ക്യാൻ ഹാവ് ഹെഡേഴ്സ്, ദെൻ ദ ബോഡി. ഓക്കെ, ആൻഡ് ഇഫ് യു ഹാവ് എനി എൻകോഡിംഗ് യു ക്യാൻ പാസ് ഓൾ ദോസ് തിങ്സ്. അപ്പോൾ ഇവിടെ നമുക്ക് വേണ്ടത് എന്ത് ചെയ്യണം, നമ്മൾ ഈ ഫംഗ്ഷനെ ഈ സർവീസ് ക്ലാസിൻ്റെ ഒബ്ജക്റ്റ് ഉണ്ടാക്കിയിട്ടായിരിക്കും നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്, ഈ ഫംഗ്ഷനെ കോൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ഈ ഫംഗ്ഷൻ എന്ത് വേണം, you need to pass string username comma string password. ഓക്കെ, 2 പാരാമീറ്റർ ഉണ്ട്. ഇനി നമുക്ക് എന്ത് വേണം, ഇവിടെ യു ക്യാൻ ഹാവ് ദറ്റ് URI. അപ്പോൾ നമുക്ക് ഇവിടെ എന്ത് ചെയ്യാൻ പറ്റും, URI ഡോട്ട് പാഴ്സിനെ വിളിക്കാം, പാഴ്സ്.
ഇനി നമ്മൾ യു ആർ എൽ ബിൽഡ് ചെയ്യണം. യു ആർ എൽ ബിൽഡ് ചെയ്യാൻ നമുക്കറിയാം എങ്ങനെയാണെന്നുള്ള കാര്യം. നമ്മളുടെ എവിടെയാണ് എൻ പോയിന്റ്സ് കിടക്കുന്നത്, ഡോളർ ദാറ്റ് ക്ലാസ് API ഡോട്ട് പേജ് URL. ഓക്കെ, അതിൻ്റെ കൂടെ എന്ത് ചെയ്യണം, നമ്മൾക്ക് ഇതാണ് നമ്മുടെ API ക്ലാസ്. ഇവിടെ നിങ്ങൾക്ക് ഇതാണ് ഇപ്പം ഞാൻ ആഡ് ചെയ്തത്, അവിടെ വന്നു. അതിൻ്റെ കൂടെ ഇത് അറ്റാച്ച് ചെയ്യണം. അപ്പോൾ നമുക്ക് എന്ത് ചെയ്താൽ മതി, ഓത് URL കൂടെ എന്ത് ചെയ്യണം, അതിൻ്റെ കൂടെ കോൾ ചെയ്യണം. അപ്പോൾ ഇവിടെ വന്നിട്ട് ഓത്ത് സർവീസിൽ വന്നിട്ട് എന്ത് ചെയ്യുക, ഇവിടെ ഡോളർ API ഡോട്ട് ദാറ്റ് ഓത്ത് URL. ഓക്കെ, ഇതാണ് എന്ത് ഒരു പാരാമീറ്റർ. ഇനി സത്യത്തിൽ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഗെറ്റ് ചെയ്യാൻ വേണ്ടി ഒന്നും ഗെറ്റിൻ്റെ കൂടെ നമ്മൾ ജസ്റ്റ് ഈ എൻ പോയിന്റ് മാത്രം ഹിറ്റ് ചെയ്ത് റെസ്പോൺസ് ആക്സസ് ചെയ്തത്. പക്ഷേ ഇവിടെ അങ്ങനെയല്ല. ഇവിടെ നമുക്ക് എന്തുണ്ട്, ഇവിടെ നമുക്ക് എന്ത് കൊടുക്കേണ്ടി വരും. ആൻഡ് സീ യുവർ ഡോക്യുമെന്റേഷൻ ഹിയർ, ഗോ ടു യുവർ ഡോക്യുമെന്റേഷൻ, കം ഹിയർ ആൻഡ് ലെറ്റ് മീ ടേക്ക് ദ ഡോക്യുമെന്റേഷൻ. ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം, ഇവിടെ വരിക, ഇവിടെ കണ്ടോ, യു നീഡ് ടു ഹാവ് ദാറ്റ് ഹെഡേഴ്സ് കണ്ടന്റ് ടൈപ്പ് നമ്മൾ എന്ത് ചെയ്യണം, ഇവിടെ പാസ് ചെയ്യണം. അപ്പോൾ ഇവിടെ വന്നിട്ട് എന്ത് ചെയ്തു, ഐ എം ഗോയിങ് ടു ഹാവ് ദാറ്റ് ടൈപ്പ് ഹിയർ, ഗോ ടു യുവർ ഹെഡേഴ്സ്. ഒരു മാപ്പാണ് ഇവിടെ, യു ക്യാൻ ഹാവ് ദാറ്റ് ഹെഡേഴ്സ് മാപ്പായിട്ടേക്ക് ഇവിടെ കൊണ്ടുപോകും. ഇവിടെ നോക്കിയാൽ കാണാം ഹെഡർ ഒരു മാപ്പാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കീ വാല്യൂ പേർ എന്ത് ചെയ്യാം, ആഡ് ചെയ്യാം. ഫസ്റ്റ് കീ ഞാൻ ആഡ് ചെയ്തു, കണ്ടന്റ് ടൈപ്പ്. ഇനി ഇവിടെ ഇതേ ഉള്ളൂ, ഓതറൈസേഷൻ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും, അതൊക്കെ ഇവിടെ വരും. ഇനി ഇതിനകത്തുള്ളത് എന്താണ്, യു നീഡ് ടു ഹാവ് ദാറ്റ് ബോഡിയും എന്തായിരിക്കും, ബോഡിയും എക്സ്പെക്ട് ചെയ്യുന്ന ഒരു ഒബ്ജക്റ്റ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ എന്ത് ചെയ്യാം, യു ക്യാൻ പാസ് ദാറ്റ്, ഐ എം ഗോയിങ് ടു ഹാവ് ദാറ്റ് ഹിയർ. യു ക്യാൻ ഹാവ് ദാറ്റ് ബോഡി ഹിയർ. ബോഡിയിൽ എന്തുണ്ടായിരിക്കും, യു ഹാവ് യൂസർ നെയിം ആൻഡ് റിമെമ്പർ ദിസ് കീ ഷുഡ് ബി, ഈ കീ എന്തായിരിക്കും, എക്സാക്ട്ലി സെയിം ആയിരിക്കും. അപ്പോൾ ഞാൻ കാണിച്ചു തരാം. അവിടെ യൂസർ നെയിം എന്ന് പറയുന്നത് എവിടെ നിന്ന് വരുന്നതായിരിക്കും, നമ്മളുടെ യൂസർ നെയിം വേരിയബിൾ നിന്നാണ് വരുന്നത്. പാസ്വേഡ് എന്ന് പറയുന്നത് ദാറ്റ് ഷുഡ് ബി പാസ്വേഡ്. ഓക്കെ, ആൻഡ് സി ഹിയർ ദീസ് ആർ ഡാർട്ട് ഒബ്ജക്ട്സ്. ഇത് ഡാർട്ട് ഒബ്ജക്റ്റ് ആണ്. പക്ഷെ നമ്മൾ HTTPയിലേക്കാണ്, HTTPയുടെ ബോഡി ആയിട്ടാണ് എന്ത് ചെയ്യാൻ പോകുന്നത്, ഇതിനെ നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്, അറ്റാച്ച് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇത് ഇങ്ങനെ എഴുതുന്നതിന് പകരം ഐ എം ഗോയിങ് ടു ക്രിയേറ്റ് സംതിങ് ലൈക്ക് ദിസ്. നമുക്കിതിനെ ഒന്ന് JSON എൻകോഡ് ചെയ്യണം. അപ്പോൾ എന്ത് ചെയ്യാണ്, ലെറ്റ് മീ ഹാവ് എ വേരിയബിൾ ഹിയർ, ഫൈനൽ ദാറ്റ്സ് എ മാപ്പ്, ഫൈനൽ മാപ്പ് string dynamic. ഓക്കെ, ഇറ്റ്സ് ആക്ച്വലി സ്ട്രിങ് രണ്ട് സ്ട്രിങ് തന്നെയാണ്. പക്ഷേ ബോഡി എന്ന് ഞാൻ കൊടുത്തു ഈക്വൽ ടു ദിസ് എ മാപ്പ്, കോപ്പി ദാറ്റ് മാപ്പ്, യു ക്യാൻ പേസ്റ്റ് ദാറ്റ്. അവിടെ ഞാൻ കോപ്പി ചെയ്തതാണ്. ഓക്കെ, ഇതാണ് നമ്മളുടെ മാപ്പ്. ഇതിന് നമുക്ക് എന്ത് ചെയ്യണം, JSON എൻകോഡ് ചെയ്യണം. അപ്പോൾ ബോഡി എന്ന് പറയുന്നത് ആക്ച്വലി എന്തായിരിക്കും, ദാറ്റ് ഈസ് JSON. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഡീകോഡ് ചെയ്തിരുന്നു. ആൻഡ് നൗ യു ഹാവ് ടു എൻകോഡ് ചെയ്യേണ്ടത് എന്തായിരിക്കും, യുവർ ബോഡി, അതിനകത്ത് കിടക്കുന്ന ആ മാപ്പ്. ഓക്കെ, ദെൻ ഇവിടെയുള്ള എറർ, ട്രൈ ദിസ്, ദെൻ കം ഹിയർ, ഓർ ഇസ് എ ട്രൈ ക്ലോസിംഗ്, ട്രൈ ഇതിവിടെ ക്ലോസ് ചെയ്യുന്നു. നൗ യു ക്യാൻ ക്യാച്ച് ദ എറർ. എന്തായിരിക്കും ക്യാച്ച് ചെയ്യേണ്ടി വരും, എറർ. ഓക്കെ, then let's print that in console, print $error. ഓക്കെ, ഇപ്പോൾ നമുക്ക് നമ്മൾ എന്തായിരിക്കും ചെയ്തത്, ഈ റെസ്പോൺസിലേക്ക് ഇത് കറക്റ്റ് ആണെങ്കിൽ എന്ത് ചെയ്യും, ഈ റെസ്പോൺസിനകത്ത് എന്ത് കിട്ടും, നമുക്ക് ഇത് കിട്ടും. തിരിച്ചു വരുന്ന, നമ്മൾ സക്സസ്ഫുള്ളി ലോഗിൻ ആയി കഴിഞ്ഞാൽ വരുന്നത് ഇതാണ്. അപ്പോൾ നമ്മൾ ഇതിനെ എന്ത് ചെയ്യണം, അത് JSON ആയിട്ടാണ് വരിക. അതിനെ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, നമ്മൾ തിരിച്ച് ഇങ്ങോട്ട് ഡാർട്ട് മോഡലാക്കിയിട്ട് മാറ്റണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഇഫ് യു ഹാവ് ടു മേക്ക് ഷുവർ ദാറ്റ് യു ഗോട്ട് റെസ്പോൺസ്. അപ്പോൾ റെസ്പോൺസ് ഡോട്ട് സ്റ്റാറ്റസ് കോഡ് എന്ന് പറയുന്നത് ഈക്വൽ ടു 200 ആണെങ്കിൽ നിങ്ങൾക്ക് എന്തുള്ളൂ, ഡാറ്റ തിരിച്ചു വന്നിട്ടുള്ളൂ. അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യണം, നമ്മൾ എന്ത് ചെയ്യും, യു ആർ ഗോയിങ് ടു ക്രിയേറ്റ് ഫൈനൽ മാപ്പ്, ഫൈനൽ റെസ്പോൺസ്
we already have a response, and final you can have result equal to എല്ലാം കൂടി രണ്ട് ഡിഫറെൻറ്റ് കോഡ് ബ്ലോക്കിനകത്തായതുകൊണ്ട് നിങ്ങൾക്ക് എഴുതാൻ കഴിയും. ഇവിടെ ഇതിനകത്ത് ഇല്ല, ഇവിടെ ഓൾറെഡി റെസ്പോൺസ് ഉണ്ട്. ഓക്കെ, അത് ഒരേ ലെവലിലാണ് നിൽക്കുന്നത്. അപ്പോൾ റിസൾട്ട് എന്ന് കൊടുത്തു. റിസൾട്ട് ഈക്വൽ ടു എന്തായിരിക്കും? ജേസൺ ഡീകോഡ് റെസ്പോൺസ് ഡോട്ട് ബോഡി. ഓക്കെ, ആ ഡാറ്റയെ നമ്മൾ എന്ത് ചെയ്തു? ഡീകോഡ് ചെയ്തു. ഇനി നമ്മൾ എന്ത് ചെയ്യണം? ഇതിനെ നമ്മളുടെ യൂസർ മോഡലിലേക്ക് മാറ്റണം. അപ്പം ഞാൻ എന്ത് ചെയ്തു? ഫൈനൽ യൂസർ മോഡൽ user equal to, you have that method user model. ഇതിൽ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? ഫ്രം ജേസൺ മെത്തേഡ് ചെയ്തിട്ടുണ്ട്. ഫ്രം ജേസൺ ഇതിലേക്ക് എന്താണ് പാസ് ചെയ്ത് കൊടുക്കേണ്ടത്? നമ്മളുടെ റിസൾട്ടിനകത്തുള്ള റിസൾട്ട്. ഓക്കെ, ദിസ് ഇസ് വാട്ട് വി ഹാവ് ടു പാസ്. ഓക്കെ, ദിസ് ഇസ് ആക്ച്വലി എ മാപ്പ്. സോ ആ മാപ്പ് നമ്മൾ എന്ത് ചെയ്യും? ഇതിലേക്ക് പാസ് ചെയ്ത് കൊടുക്കും. അതിനെ എന്ത് ചെയ്യും? യൂസർ മോഡലായിട്ട് കൺവേർട്ട് ചെയ്യും. ആൻഡ് ഫൈനലി ഇത് കഴിഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? ഇത് ഇവിടെയാണ് ക്ലോസ് ആവുന്നത്. ഇത് കഴിഞ്ഞു കഴിഞ്ഞാൽ യു ഹാവ് ടു റിട്ടേൺ ദാറ്റ് യൂസർ. ഓക്കെ, ആൻഡ് വാട്ട് ഈസ് ദ എറർ? ട്രൈ ദിസ്, catch that, and you have an if here, else you need to have an else here. Else print you can have that print here. എന്തൊക്കെ പ്രിന്റ് ചെയ്യേണ്ടി വരും? നമുക്ക് ഒരു സ്റ്റാറ്റസ് പ്രിന്റ് ചെയ്യാം. പ്രിന്റ് തിരിച്ച് റെസ്പോൺസ് ഒന്നും കിട്ടിയില്ല. അപ്പോൾ നമുക്ക് ഇങ്ങനെ എഴുതാം. കോഡ്സിൻ്റെ ഉള്ളിൽ റിക്വസ്റ്റ് ഫെയിൽഡ് വിത്ത് സ്റ്റാറ്റസ് കോഡ് ഡോളർ റെസ്പോൺസ് ഡോട്ട് സ്റ്റാറ്റസ് കോഡ്. Put that in curly brace, response dot status code. Okay, so I think you understand. Ini idinathe one more error is there. I think you need to put a null out. User model that is nullable. Okay, and let me reformat this thing. I hope you understand. Anyway, I'll explain one more time. And we just created a method here, login. Then we created a map, and this data is coming from your front end. Username, password, e method നമ്മൾ പാസ് ചെയ്ത് കൊടുക്കുന്നതാണ്. Then we are going to try this URL, post URL ആണ്. Then we have to pass your URI create ചെയ്യണം. Then header പാസ് ചെയ്തു, content type പാസ് ചെയ്തു. Then ബോഡിയിലേക്ക് നമ്മൾ എന്ത് ചെയ്തു? ഡീകോഡ് ചെയ്തിട്ട് ജേസൺ ആക്കി മാറ്റിയിട്ട് എന്ത് ചെയ്തു? ഈ സാധനത്തെ എന്ത് ചെയ്തു? ഈ ഡാറ്റയെ നമ്മൾ ഇതിലേക്ക് അറ്റാച്ച് ചെയ്തു. ദെൻ നമ്മൾ എന്ത് ചെയ്യാണ്? വി ആർ ഗോയിങ് ടു ഹിറ്റ് ദിസ് URL. ഈ ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും? ഈ ഫംഗ്ഷനെ കോൾ ചെയ്യും. അപ്പോൾ നമ്മൾ ഇത് ഹിറ്റ് ചെയ്യും. അപ്പോൾ റെസ്പോൺസ് 200 ആണെങ്കിൽ എന്ത് വരും? യു ഗോട്ട് സം റെസ്പോൺസ് ബാക്ക്, ആൻഡ് ദിസ് ഇസ് ദ റെസ്പോൺസ് യു ആർ ഗോയിങ് ടു ഗെറ്റ്. ഓക്കെ, ആൻഡ് ഇഫ് സ്റ്റാറ്റസ് കോഡ് 200 ആണെങ്കിൽ ഇതിൽ എന്ത് വരും? ഇത് വരും. അതിലേക്ക് നമ്മൾ എന്ത് ചെയ്തു? ജേസൺ ഡീകോഡ് ചെയ്തിട്ട് എന്തായിരിക്കും നമ്മൾ ഡീകോഡ് ചെയ്ത് അതിലേക്ക് എടുത്ത് വെക്കുന്നത്? റെസ്പോൺസ് എന്ന് പറയുന്നത് സ്റ്റാറ്റസും അങ്ങനത്തെ സാധനം എല്ലാം കൂടിയാണ് റെസ്പോൺസ് ആയിട്ട് വരിക. അതിലെ ബോഡിയെ നമ്മൾ ഡീകോഡ് ചെയ്തു. ദെൻ നമ്മൾ എന്ത് ചെയ്യും? യൂസർ മോഡലിലേക്ക് അതിനെ മാറ്റി. ആൻഡ് വി ഓൾറെഡി റോട്ട് ദിസ് മെത്തേഡ് ഹിയർ. ഫ്രം ജേസൺ മെത്തേഡ് നമ്മൾ യൂസർ മോഡൽ നമ്മൾ എഴുതി വെച്ചിട്ടുണ്ട്. ദെൻ അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യും? യൂസർ റിട്ടേൺ ചെയ്യും. അതർവൈസ് യു ആർ ഗോയിങ് ടു ഫെയിൽഡ്. ഓക്കെ, യു ആർ ഗോയിങ് ടു ഹാവ് സംതിങ് ലൈക്ക് ദിസ്. ആൻഡ് ലെറ്റ് മീ ട്രൈ ദിസ്. ആൻഡ് ഇവിടെ ഒരു കാര്യം കൂടി നമുക്ക് ചെയ്യാനുണ്ട്. നമുക്ക് ഈ ഡാറ്റ എന്ത് ചെയ്യണം? ഷെയർഡ് പ്രിഫറൻസിലേക്ക് സ്റ്റോർ ചെയ്യണം. അപ്പോൾ നമ്മൾ ഇവിടെ എന്ത് ചെയ്യണം? ഐ എം ഗോയിങ് ടു ഹാവ് ദാറ്റ് ഷെയർഡ് പ്രിഫറൻസ് ഇൻസ്റ്റൻസ്. ഷെയർഡ് പ്രിഫറൻസസ് അണ്ടർസ്കോർ പ്രിഫറൻസ് ഈക്വൽ ടു, ആൻഡ് ഇഫ് യു ആർ നോട്ട് ഫെമിലിയർ വിത്ത് ഷെയർഡ് പ്രിഫറൻസ്, I think 2 videos for shared preferences, and go and watch that. I think that is worth watching. Okay, already നിങ്ങൾക്ക് അറിയില്ല എന്നുണ്ടെങ്കിൽ go and watch that, and if you already know, no need of watching that. Okay, then this is going to await, and എന്തിനു വേണ്ടി await ചെയ്യേണ്ടത്? shared preference dot get instance. Okay, ഇനി എന്ത് ചെയ്യണം? നമുക്ക് സെറ്റ് ചെയ്യാം underscore pref dot set string, and the key is token, or you can have user token, auth token, whatever. I'm going to have token. Then this should be, ഇതെന്തായിരിക്കും?
ഈ യൂസറിനകത്ത് നിന്ന് കിട്ടിയ ടോക്കൺ ആണ്. അപ്പോൾ നമ്മൾ യു ക്യാൻ ഹാവ് യൂസർ ഡോട്ട് ടോക്കൺ. ഓക്കെ, നമ്മൾ കൺവേർട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. യൂസർ ഡോട്ട് ടോക്കൺ, ഐ തിങ്ക് ദാറ്റ് ഈസ് nullable. ഓക്കെ, why argument type parameter type string, so let me convert that into string. Okay, and ഓക്കെ, ഇങ്ങനെ നമ്മൾ എന്ത് ചെയ്യാം, ഷെയർഡ് പ്രിഫറൻസിലേക്ക് സ്റ്റോർ ചെയ്യുന്നുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിതൊന്ന് ഈ ലോഗിൻ ഫംഗ്ഷനാലിറ്റി ഇവിടുന്ന് ഈ ബട്ടണിൽ നിന്ന് ഹിറ്റ് ചെയ്യാൻ പറ്റും നോക്കാം. അപ്പോൾ നമ്മൾ എവിടെ വരണം, ഏത് പേജിൽ വരണം, നമ്മളുടെ ലോഗിൻ പേജിൽ വരിക. ആൻഡ് ക്രിയേറ്റ് കീ വാലിഡേറ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ എന്ത് ചെയ്യണം, ഐ എം ഗോയിങ് ടു ഹാവ് എ കീ ഫൈനൽ underscore login key equal to global key, and you have a generic type here that is form state. Okay, then wrap this column with a form, wrap with a form widget. Okay, then pass that key, and that is login key, and using this login key I can validate here. Okay, ഇവിടെ നമ്മൾ എഴുതാൻ പോകുന്നത് if underscore login key dot current state dot validate. Go and validate, go and check every validation logic in this text form field എന്നാണ് പറയുന്നത്. അപ്പോൾ എല്ലാതും ട്രൂ ആണ്, എല്ലാം ഓക്കെ ആണെങ്കിൽ യു വിൽ ഗെറ്റ് എ ട്രൂ. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം, വി നീഡ് ടു ക്രിയേറ്റ്, അങ്ങനെയാണെങ്കിൽ ലെറ്റ് മീ സേ ദിസ് and I'm going to click here, you got validation errors here കാരണം നമ്മളിവിടെ എന്ത് ചെയ്തില്ല, ഫിൽ ചെയ്തിട്ടില്ല. If everything is okay, you're going to get the value. And one important thing, you have to create controllers. We haven't created any controllers here, so I'm going to have text editing controllers here. Text editing controllers underscore username controller. I just appended the name controller, and I don't want to see controller equal to text editing controller. Okay, then one more thing, password, that should be password controller. Okay, and controllers normally നമ്മൾ ഡിസ്പോസ് ചെയ്യാറുണ്ട്. അപ്പോൾ ഇവിടെ യു ക്യാൻ ഹാവ് എ ഡിസ്പോസ് മെത്തേഡ്, ബിക്കോസ് ഡിസ്പോസ് ഇല്ലെങ്കിൽ മെമ്മറി ലീക്കേജ് അത്തരം കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, യു ഹാവ് ടു ഡിസ്പോസ്, കോൾ ദ ഡിസ്പോസ് മെത്തേഡ്, then underscore username controller dot dispose. Okay, ആൻഡ് കൺട്രോളേഴ്സ് അത് മാപ്പ് കൺട്രോളർ ആവും, അനിമേഷൻ കൺട്രോളർ ആവും, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, ഡിസ്പോസ് ചെയ്യാറുണ്ട്. ഓക്കെ, ഇനി ഇവിടെ വന്നിട്ട് എന്ത് ചെയ്യണം, ഇവിടെ വന്നിട്ട് നമുക്ക് എന്തായിരിക്കും ചെയ്യേണ്ടി വരിക, കോൾ ദാറ്റ് സർവീസ് ക്ലാസ്സിനെ കോൾ ചെയ്യുക. അപ്പോൾ ഞാനിവിടെ ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുകയാണ്, യൂസർ നോ ഐ തിങ്ക് auth service, that's what the auth, എന്തായാലും നമ്മുടെ സർവീസ് ക്ലാസ്സിൻ്റെ പേര് auth service. Okay, call that auth service equal to auth service. Okay, ഇനി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, auth service-നെ ബേസ് ചെയ്ത്, and you can make it private, underscore auth service dot login. യൂസർ നെയിം എന്ന് പറയുന്നത് എന്തായിരിക്കും, അണ്ടർസ്കോർ യൂസർ നെയിം കൺട്രോളർ ഡോട്ട് ടെക്സ്റ്റ് ആണ്. ആൻഡ് പാസ്വേഡ് എന്ന് പറയുന്നത് ദാറ്റ് ഷുഡ് ബി അണ്ടർസ്കോർ പാസ്വേഡ് കൺട്രോളർ ഡോട്ട് ടെക്സ്റ്റ്. ഓക്കെ, ആൻഡ് ഇത് ചെയ്ത് കഴിഞ്ഞാൽ യു ആർ ഗോയിങ് ടു ആക്ച്വലി ഗെറ്റ് ബാക്ക് സംതിങ്. നിങ്ങൾക്ക് തിരിച്ചെന്ത് കിട്ടും, ഫൈനൽ യൂസർ ഈക്വൽ ടു, ആൻഡ് യു നീഡ് ടു വെയിറ്റ്, ആൻഡ് ദിസ് ഷുഡ് ബി നത്തിങ്. Okay, and let me print that user here. Okay, and I'm going to reboot this thing. എഴുതിയത് എന്താണെന്ന് മനസ്സിലായല്ലോ അല്ലേ, ജസ്റ്റ് ഒന്നുമില്ല, ആ സർവീസ് ക്ലാസ്സിലുള്ള മെത്തേഡിനെ കോൾ ചെയ്തു, ഇത്രയുള്ളൂ എഴുതിയത്. ആൻഡ് വേരിയബിൾ സ്റ്റാർട്ട്സ് an underscore. Okay, no issues. And you have a print here. Let me reboot this thing. റീബൂട്ട് ചെയ്തു. ആൻഡ് ഇതിനകത്ത് വർക്ക് ചെയ്യുന്നത് ഈ ഒരു യൂസർ നെയിമാണ്, KMINCHELLE. ഓക്കെ, ലെറ്റ്സ് ട്രൈ ദാറ്റ്. KMINCHELLE. Kimchelli. Okay, nice name. Then copy this and let me have in a notepad. Okay,
KMINCHELL 0 LELPLR 0 LELPLR. Okay, and there are some capital letters. 0. Okay, 0 LELPLR. Click here. Failed, request failed with status code. Okay, why? Status code 400. KMINCHELL. Let's check the username and password. KMINCHELL. What was that? KMINCHELL. And use password is 0 LELPLR. Is that 1? L 0 1E 1P 1R 0 1E 1. ഓക്കെ, നമുക്ക് ഔട്ട്പുട്ട് കിട്ടുന്നുണ്ടായിരുന്നില്ല. ഞാനൊരു കാര്യം മറന്നിരുന്നു. ഇറ്റ്സ് മൈ മിസ്റ്റേക്ക്. ഐ ഹാവ് ആഡഡ് ദ കൺട്രോളേഴ്സ് ഹിയർ. കൺട്രോളർ ആഡ് ചെയ്തു. ദെൻ ഇത് 0 LELPLR എന്നാണ്. ഓക്കെ, ദെൻ ക്ലിക്ക് ഹിയർ. നോ യു ഗോട്ട് ഇൻസ്റ്റൻസ് ഓഫ് യൂസർ മോഡൽ. ബിക്കോസ് നമ്മളിവിടെ എന്ത് ചെയ്യുന്നുണ്ട്, ഇവിടെ നമ്മൾ പ്രിന്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ആൻഡ് ദിസ് ഷുഡ് ബി യൂസർ ഡോട്ട് യു വിൽ ഗെറ്റ് ടോക്കൺ. Then user.token. If you want to know the token, now you got the token here. ഇതാണ് നമ്മൾ എന്ത് ചെയ്ത് ഷെയർഡ് പ്രിഫറൻസിൽ സേവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആക്ച്വലി നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, വി ജസ്റ്റ് ലോഗിൻ ഹിയർ. നമുക്ക് ഇവിടെ യൂസർ നോട്ട് ഈക്വൽ ടു നൾ. ഓക്കെ, ഇതല്ലാണ്ട് സ്റ്റേറ്റ് മാനേജ്മെന്റ് ഒക്കെ വരുമ്പോൾ ഈ രീതിയിലല്ല ചെയ്യുന്നത്. പക്ഷെ ഞാൻ നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടി ജസ്റ്റ് കാണിക്കുകയാണ്. ഇഫ് യൂസർ നോട്ട് ഈക്വൽ ടു നൾ ആണെങ്കിൽ ലെറ്റ് മീ ക്രിയേറ്റ് എ സ്ക്രീൻസ് ഫോൾഡർ ഹിയർ. ഓക്കെ, ഓൾറെഡി ഉണ്ടല്ലോ സ്ക്രീൻസ് ഫോൾഡറിൽ. ഐ എം ഗോയിങ് ടു ഹാവ് എ ന്യൂ ഡോട്ട് ഫയൽ ദാറ്റ് ഇസ് കോൾഡ് home_page. ഓക്കെ, ഇമ്പോർട്ട് മെറ്റീരിയൽ. ഓക്കെ, ദെൻ stateful widget home page. ഈ വീഡിയോയിൽ ഞാൻ ത്രൂ ഔട്ട് സ്റ്റേറ്റ്ഫുൾ ഉപയോഗിച്ചിട്ടുണ്ട്. ബട്ട് ആക്ച്വലി ഐ എം റിപ്പീറ്റിംഗ്. ആക്ച്വലി നമ്മൾ ബ്ലോക്ക് പോലത്തെ സ്റ്റേറ്റ് മാനേജ്മെന്റ് ഉപയോഗിക്കുമ്പോൾ നമ്മൾ സ്റ്റേറ്റ്ലെസ് വിഡ്ജറ്റിലേക്ക് പോകുന്നുണ്ടാവും. ഓക്കെ, ദെൻ ഇവിടെ വന്നിട്ട് ഐ നീഡ് ടു ഹാവ് എ ബോഡി ഓഫ് സെൻറ്റർ. ചൈൽഡ് ഷുഡ് ബി എ ടെക്സ്റ്റ് ആൻഡ് ഹോം പേജ്. ഓക്കെ, ദെൻ ഞാനിവിടെ ജസ്റ്റ് ഒരു ഫൈനൽ യൂസർ മോഡൽ user. Okay, I'm going to have this thing in the constructor, this dot user. Okay, and this is nullable. Then come here. ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം, നാവിഗേറ്റ് ചെയ്യണം. നാവിഗേറ്റർ dot push and remove until material page route context and route നമുക്ക് വേറെ രീതിയിൽ മാനേജ് ചെയ്യാം. ഞാനിതൊക്കെ റോ ആയിട്ടാണ് കാണിക്കുന്നത്. പക്ഷെ ആക്ച്വലി നമ്മൾ ചെയ്യുമ്പോൾ ഈ രീതിയിൽ അയക്കുള്ള റൗട്ട് വേറെ റൗട്ട് ക്ലാസ് ഒക്കെ എഴുതി ചെയ്യാം, അതല്ലെങ്കിൽ നെയിംഡ് റൗട്ട് എഴുതി ചെയ്യാം, എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. ഓക്കെ, ഇവിടെ ഇപ്പോൾ ഞാൻ സിംപ്ലി നിങ്ങൾക്ക് ഒരു ലേണിംഗ് പർപ്പസിന് വേണ്ടി ചെയ്യുന്നതാണ്. ഇവിടെ എന്ത് ചെയ്യാം, യു ക്യാൻ ഹാവ് ദാറ്റ് ഹോം പേജ്. പിന്നെ ഹോം പേജിന് എന്തുണ്ട്, യൂസർ എന്നുള്ള ഒരു പാരാമീറ്റർ ഉണ്ട്. ഐ എം ഗോയിങ് ടു പാസ് അവർ യൂസർ. നിങ്ങൾക്ക് തിരിച്ചു കിട്ടിയ യൂസർ നമ്മൾ ഇതിലേക്ക് പാസ് ചെയ്തു. ദെൻ സേവ് ചെയ്തു. ഓക്കെ, ദെൻ ക്ലിക്ക് അഗെയിൻ. ഇപ്പോൾ നമ്മളിവിടെ വന്നു, ലോഗിനായി നമ്മളിവിടെ വന്നു, ഹോം പേജിൽ വന്നു. ഓക്കെ, അതിൽ എന്ത് വന്നിട്ടുണ്ട്, ആക്ച്വലി നമ്മൾ ഇങ്ങോട്ട് ഡാറ്റ പാസ് ചെയ്തിട്ടുണ്ട്.
ആ ഡാറ്റ ഇവിടെ ഉണ്ടായിരിക്കും. ഇതൊരു സ്റ്റേറ്റ്ഫുൾ വിഡ്ജറ്റ് ആയതുകൊണ്ട് നിങ്ങൾക്ക് ഇവിടെ എന്ത് ചെയ്യാം, സി ഐ എം ഗോയിങ് ടു ഹാവ് ആൻ ആപ്പോ ഹിയർ, ആപ്പോ. ഓക്കെ, title should be text widget. Then I need hi dollar. Okay, widget dot user is nullable, user dot username. Save this. Now you have that username here and ആളുടെ പ്രൊഫൈൽ പിക്ചറോ അങ്ങനത്തെ കാര്യമൊക്കെ ഇതിനകത്ത് വന്നിട്ടുണ്ട്. സി അപ്പോൾ നിങ്ങൾക്ക് ഈ ഇൻ്റർഫേസിൽ ഓൾറെഡി ഡാറ്റ വന്നുകൊണ്ട് നിങ്ങൾക്ക് അത് ചെയ്യാം. പക്ഷേ നമ്മളിങ്ങനെ ആയിരിക്കില്ല ചെയ്യുന്നത്. ഇപ്പം നമ്മളിങ്ങനെ ഡാറ്റ പാസ് ചെയ്തൊക്കെ ചെയ്യുക എന്ന് പറയുമ്പോൾ നല്ല ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഞാൻ ജസ്റ്റ് കാണിച്ചതാണ്. നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഡാറ്റ നിങ്ങൾക്ക് ഷെയർഡ് പ്രിഫറൻസിലോ അല്ലെങ്കിൽ ലോക്കൽ സ്റ്റോറേജിലൊക്കെ സേവ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇവിടുന്ന് ആക്സസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇപ്പം ഞാൻ സിംപിളി ഡാറ്റ റൗട്ടിൻ്റെ കൂടെ പാസ് ചെയ്താണ് കാണിച്ചത്. ഇനി നമ്മൾ ചെയ്യുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ എന്ത് ചെയ്യണം, ആ ഒരു ഓൾ ദ പ്രോഡക്റ്റ് ലിസ്റ്റ് ചെയ്യണം ഇവിടെ. ഓക്കെ, അത് നമുക്ക് പെട്ടെന്നൊന്ന് ചെയ്ത് നോക്കാം എങ്ങനെയാണ് ഓൾ പ്രോഡക്റ്റ് ലിസ്റ്റ് ചെയ്യുക എന്നുള്ളത്. ഓക്കെ, ഓൾ പ്രോഡക്റ്റ് ലിസ്റ്റ് ചെയ്യുമ്പോൾ നമുക്കറിയാം നമ്മൾ ഓത്ത് റിസോഴ്സ് ഉപയോഗിക്കുന്നുണ്ട് അല്ലെങ്കിൽ ഓതറൈസേഷൻ ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നിങ്ങൾക്ക് ഡാറ്റ എങ്ങോട്ട് കിട്ടുള്ളൂ. നിങ്ങൾക്ക് ഓതറൈസ്ഡ് ആളാണെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഡാറ്റ ആക്സസ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ വന്നിട്ട് എന്ത് ചെയ്യണം, ഓൾറെഡി ഇവിടെ നമ്മൾ ഹിറ്റ് ചെയ്ത് നോക്കിയിട്ടുണ്ട്, നമുക്കിവിടെ റെസ്പോൺസും കിട്ടിയിട്ടുണ്ട്. I need to I'm going to copy everything from here, then go to your .json വെബ്സൈറ്റിൽ വന്നു ഇവിടെ. ഓക്കെ, and paste that here. ഇവിടെ വന്നിട്ട് ഞാൻ എന്ത് ചെയ്യാണ്, this should be product model and generate product model. So this is a product model and you can write this നമുക്ക് ഫ്രം സ്ക്രാച്ച് എഴുതി ഉണ്ടാക്കാം. പക്ഷെ ഞാനിവിടെ ജനറേറ്റ് ചെയ്യാണ് ചെയ്തത്. ഇവിടെ പ്രൊഡക്റ്റ് മോഡൽ എന്ന് പറയുന്ന അതിനകത്ത് എന്തുണ്ട്, ഓൾ ദ പ്രൊഡക്ട്സ് വന്നിട്ടുണ്ട്, ദെൻ ടോട്ടൽ പ്രൊഡക്ട്സ് ഉണ്ട്, ദെൻ യു ഹാവ് ലിമിറ്റ്, സ്കിപ്പ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം ഇത് വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്, നമ്മൾ ഓൾ ദ പ്രൊഡക്റ്റ് ലിസ്റ്റ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, സോ കോപ്പി ദിസ് തിങ്, ഐ തിങ്ക് കോപ്പി ദിസ്, ദെൻ go to your models, create a new dot file that is called product model. Okay, then paste that here. Okay, now you're going to write what, product service, product underscore service. Okay, ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം, you have to create a class here, class product service. Okay, then ഇപ്പുറത്ത് നമുക്ക് എന്ത് ചെയ്യാം, നമ്മൾ ഓൾറെഡി എഴുതിയ ഇവിടെ യൂസർ മോഡൽ അല്ല, ഓത്ത് സർവീസിനകത്ത് നിന്ന് വി നീഡ് ദീസ് തിങ്സ്. ഇതൊക്കെ ഒന്ന് കോപ്പി ചെയ്യുന്നുണ്ട്, ആവശ്യമില്ലാത്ത നമുക്ക് ഡിലീറ്റ് ചെയ്യാം. ഓക്കെ, പ്രൊഡക്റ്റ് സർവീസിൽ വന്നിട്ട് പേസ്റ്റ് ദാറ്റ് ഇമ്പോർട്ട്സ് ഹിയർ. ഓക്കെ, ദെൻ ഐ നീഡ് ടു ക്രിയേറ്റ് ദാറ്റ് ക്ലയൻറ്റ്, ഫൈനൽ ക്ലയൻറ്റ് ഈക്വൽ ടു http dot final client equal to, write that. What is that? നമ്മൾ എഴുതിയില്ലേ ഇത്, ഫൈനൽ ക്ലയൻറ്റ് ഈക്വൽ ടു. ഓക്കെ, ദെൻ ഇനി നമ്മൾ ഇവിടെ എന്ത് ചെയ്യണം, വി നീഡ് ടു റൈറ്റ് ഫ്യൂച്ചർ. ഓക്കെ, ഇനി നോക്ക്, ഇനി നമുക്ക് എന്തായിരിക്കും തിരിച്ച് കിട്ടാൻ പോകുന്നത്, നമുക്ക് കിട്ടേണ്ടത് എന്തായിരിക്കും, ഈ പ്രൊഡക്റ്റ് മോഡൽ പ്രകാരമുള്ള കുറേ പ്രൊഡക്ട്സ് ആണ് നമുക്ക് തിരിച്ചു കിട്ടാൻ പോകുക. അതിനകത്ത് എന്തുണ്ടായിരിക്കും, പ്രൊഡക്ട്സ് കാണും, ടോട്ടൽ എത്ര പ്രൊഡക്റ്റ് ഉണ്ടെന്നായിരിക്കും, ദെൻ സ്കിപ്പ്, ലിമിറ്റ്, അങ്ങനത്തെ കാര്യം. ആൻഡ് ദീസ് ആർ സംതിങ് നിങ്ങൾക്ക് ഒരു 1000 പ്രൊഡക്റ്റ് ഉണ്ടെങ്കിൽ ഒറ്റയടിക്ക് എല്ലാം കൂടി ലോഡ് ചെയ്യാതെ നമുക്ക് പേജിനേഷനൊക്കെ കൊണ്ടുവരാം. ഈ ലിമിറ്റ് അല്ലെങ്കിൽ നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാം, അങ്ങനത്തെ ഓപ്ഷൻസ് ഒക്കെ ഉണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ നമുക്ക് വേണ്ടത് എന്തായിരിക്കും, വി ആർ ആക്ച്വലി ഗോയിങ് ടു ഗെറ്റ് list of, we are going to get not list of product, we are going to get product model. Okay, product model, get all products.
import this thing, and this is an async operation. Then we have to try this. Okay. ഇനി നമുക്ക് ഇവിടെ എന്ത് ചെയ്യണം, നമുക്ക് ആ URL ഹിറ്റ് ചെയ്യണം. അപ്പോൾ അതിനു വേണ്ടി I'm going to have that final. Let's divide this into different parts. അല്ലെങ്കിൽ നമുക്ക് ആ URL ഒക്കെ എല്ലാം കൂടി കോംപ്ലിക്കേറ്റഡ് ആവും. അപ്പോൾ നമുക്ക് ഇവിടെ ഒരു ഫൈനൽ സ്ട്രിങ് ബേസ് അല്ലെങ്കിൽ വേണ്ട, കാരണം ഓൾറെഡി നമ്മൾ അവിടെ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ. പിന്നെ അത് പിന്നെയും വേരിയബിളിലേക്ക് സേവ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ നമുക്ക് ഇവിടെ വേണ്ടത് എന്താണ്, ദാറ്റ് ഷുഡ് ബി ഫൈനൽ. ട്രൈ ചെയ്യാല്ലേ, ട്രൈ. ഓക്കെ, ഫൈനൽ റെസ്പോൺസ് ഈക്വൽ ടു ക്ലയൻറ്റ് ഡോട്ട്, ഇറ്റ്സ് എ ഗെറ്റ് URL. ആക്ച്വലി നമുക്ക് പ്രൊഡക്റ്റ് ഗെറ്റ് ചെയ്യാൻ വേണ്ടത്. അപ്പോൾ ഇവിടെ URI പാസ് ചെയ്യണം. ദാറ്റ് ഈസ് URI ഡോട്ട് പാഴ്സ്. ഓക്കെ, ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം, ലെറ്റ് മി കോപ്പി ദാറ്റ് ഓത്ത് സർവീസിനകത്തുനിന്ന് നമുക്ക് ഇത് കോപ്പി ചെയ്യാം. ഫൈനൽ റെസ്പോൺസ് URI. അങ്ങനെ ഇതിൽ ചെറിയ ചേഞ്ചസ് വരുത്തി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മാറ്റാൻ പറ്റുമല്ലോ. അപ്പോൾ ഞാനിത് എന്ത് ചെയ്തു, ഇത് കോപ്പി ചെയ്ത് ഇവിടെ പേസ്റ്റ് ചെയ്തു. ആൻഡ് ദിസ് ഇസ് നോട്ട് ഓത്ത് URL, ദിസ് ഇസ് പ്രൊഡക്റ്റ്, ഓൾ പ്രൊഡക്ട്സ്. ഓക്കെ, ദെൻ ട്രൈ ചെയ്തു. ഐ തിങ്ക് നീഡ് ടു പുട്ട് എ ബ്രാക്കറ്റ്, വൺ മോർ ബ്രാക്കറ്റ്. ഓക്കെ, ദെൻ ഇനിയാണ് ഇതിനകത്ത് എന്തുള്ളത്, ഇതിനകത്ത് എന്തുണ്ട്, നമുക്ക് ഓതറൈസേഷനില്ലേ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഇവിടെ വന്ന് നോക്കുക. ഇവിടെ ഹെഡേഴ്സ് ഉണ്ട്. ഹെഡേഴ്സ് എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞ പോലെ എന്താണ്, ദാറ്റ് ഈസ് യു ക്യാൻ കോപ്പി ദാറ്റ് ഫ്രം ഹിയർ. നമ്മളുടെ ഇവിടെ വരിക, ഡോക്യുമെൻറ്റേഷനിൽ വരിക. ഇതാണ് നമ്മളുടെ എന്ത് ഹെഡർ. കണ്ടന്റ് ടൈപ്പ് എന്ന് പറയുന്നത് JSON ആണ്. ദിസ് തിങ്, ലെറ്റ് മി കോപ്പി ദിസ് കണ്ടന്റ് ടൈപ്പ്, ദെൻ കം ഹിയർ, paste it here. ഓക്കെ, ഇനി ഇതിനകത്ത് ഒരു കാര്യം കൂടി ഉണ്ട്. ഓക്കെ, അത് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ എവിടെ പോകണം, നമ്മളുടെ ഇവിടെ റിസോഴ്സ് ആസ് ഓത്ത് യൂസർ വരും. അവിടെ ഇവിടെ കണ്ടോ, നമ്മളിപ്പോൾ ഇതാണ് കൊടുത്തത്. യു നീഡ് ടു പാസ് ദ ടോക്കൺ. ഈ ടോക്കൺ എന്ത് ചെയ്യണം, ഇവിടെ പാസ് ചെയ്യണം. അപ്പോൾ നമ്മൾ ഇവിടെ ടോക്കൺ പാസ് ചെയ്യണം. ബട്ട് ആക്ച്വലി വി ഹാവ് ഇൻ ദ ടോക്കൺ. അപ്പോൾ നമ്മളിവിടെ എന്ത് ചെയ്യണം, ഷെയർഡ് പ്രിഫറൻസസ് അണ്ടർസ്കോർ പ്രിഫറൻസ് ഈക്വൽ ടു shared preferences dot get instance, and this is an asynchronous operation, so you have to await. Okay, then ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്തായിരിക്കും, ഫൈനൽ ടോക്കൺ ഈക്വൽ ടു അണ്ടർസ്കോർ പ്രിഫറൻസ് ഡോട്ട് get string, നമ്മൾ കൊടുത്ത കീ ടോക്കൺ, ആൻഡ് ലെറ്റ്സ് പ്രിന്റ് ദാറ്റ്. നമുക്കൊന്ന് ജസ്റ്റ് പ്രിന്റ് ചെയ്ത് നോക്കാം ടോക്കൺ. ഓക്കെ, ഇനി ആ ടോക്കൺ ആയിരിക്കും ഇവിടെ പാസ് ചെയ്യേണ്ടത്. ഇവിടെ ഒരു സ്പേസ് ഉണ്ട്. ആ സ്പേസ് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യണം, ഡോളർ ടോക്കൺ. ഓക്കെ, ഇതാണ് നമ്മളുടെ എന്ത് റിക്വസ്റ്റ്. അപ്പോൾ ഈ റിക്വസ്റ്റ് ചെന്ന് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ഈ ടോക്കണൊക്കെ വെരിഫൈ ചെയ്തിട്ട് ഓക്കെ, ഇഫ് എവറിത്തിങ് ഈസ് ഓക്കെ, യു ആർ ഗോയിങ് ടു ഗെറ്റ് ഡാറ്റ. ഓക്കെ, നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമുക്ക് എന്ത് വേണം, ഇനി നമ്മൾ ചെക്ക് ചെയ്യും. ഇഫ് റെസ്പോൺസ് ഡോട്ട് സ്റ്റാറ്റസ് കോഡ് ഡോട്ട് ഹാഷ് കോഡ്, ഇറ്റ് ഈസ് സ്റ്റാറ്റസ് കോഡ്. വൈ ഐ എം നോട്ട് ഗെറ്റിംഗ് സ്റ്റാറ്റസ് കോഡ്, ആൻഡ് ദിസ് ഈസ് an await operation. await. ഓക്കെ, http ഡോട്ട് സ്റ്റാറ്റസ് കോഡ് ഈക്വൽ ടു 200 ആണെങ്കിൽ നമുക്ക് ഡാറ്റ ഉണ്ട്. അപ്പോൾ എന്ത് ചെയ്യണം, നമ്മൾ ആ ഡാറ്റ എന്ത് ചെയ്യണം, നമ്മളുടെ മോഡലിലേക്ക് മാറ്റണം. ഫൈനൽ, സോ റെസ്പോൺസ് ബോഡി ഈക്വൽ ടു JSON ഡീകോഡ് ചെയ്യണ്ടേ. എന്ത് ചെയ്യണം, JSON ഡീകോഡ്
നമുക്ക് എഴുതാൻ തിങ്ക് ചെയ്യാൻ പറ്റുന്നുണ്ടല്ലോ അല്ലേ, അതായത് എന്താണ് നെക്സ്റ്റ് ചെയ്യേണ്ടതില്ല. അപ്പോൾ എന്ത് ചെയ്യണം, റെസ്പോൺസിനകത്തുള്ള ബോഡിയെ നമ്മൾ എന്ത് ചെയ്തു, ഇയാൾക്ക് പാസ് ചെയ്ത് കൊടുത്തു. ഇനി നമുക്ക് എന്ത് വന്നു, ഇനി നമ്മൾ നമ്മളെ മോഡലിലേക്ക് മാറ്റണം. അപ്പോൾ നമ്മൾ ഇനി എന്തായിരിക്കും ചെയ്യേണ്ടി വരിക, ഇത് ഫൈനൽ പ്രൊഡക്റ്റ് മോഡൽ പ്രൊഡക്റ്റ് ഈക്വൽ ടു എന്ത് ചെയ്യണം, ആരെ വിളിക്കണം, നമ്മുടെ പ്രൊഡക്റ്റ് മോഡലിനെ കോൾ ചെയ്യണം. പ്രൊഡക്റ്റ് മോഡൽ ഡോട്ട് ഫ്രം ജേസൺ ആൾക്ക് ആര് പാസ് ചെയ്ത് കൊടുക്കണം, റെസ്പോൺസ് ബോഡിയെ പാസ് ചെയ്ത് കൊടുക്കണം. ഓക്കെ, then this is going to return product. ഓക്കെ, ബിക്കോസ് അതാണ് നമ്മളിവിടെ എഴുതിയത്, പ്രൊഡക്റ്റ് ആണ് അത് റിട്ടേൺ ചെയ്യാന്ന്. ഇവിടെ കണ്ടോ പ്രൊഡക്റ്റ്. ഇനി ഒരു എറർ കൂടി ഉണ്ട്. ആ എറർ എന്തായിരിക്കും, ഇവിടെ എന്ത് ചെയ്യണം, ഇവിടെ you have to catch that error, return print that $e. Okay, any more errors, and I think this is nullable. Put a null operator here. Okay, ഇപ്പോൾ നമ്മൾ എവിടെ വരണം, ഈ പേജിൽ വരണം. നമ്മളുടെ പ്രൊഡക്റ്റ് മോഡലിൽ ഒരു എറർ ഉണ്ട്, പ്രൊഡക്റ്റ് മോഡലിൽ, ആൻഡ് ദർ ആർ ലോട്ട് ഓഫ് എറേഴ്സ് ഹിയർ. പ്രൊഡക്റ്റ് മോഡൽ, ഐ ഡോണ്ട് വാണ്ട് ദിസ്. നമ്മൾ ടു JSON തൽക്കാലം നമുക്ക് വേണ്ട. ഓക്കെ, ഇനി നമുക്ക് വേണ്ടത്, ഞാൻ ജസ്റ്റ് പ്രൊഡക്റ്റ് മോഡൽ ഒന്ന് മാറ്റി എഴുതിയിരുന്നു ഓഫ് ക്യാമറ. ഓക്കെ, ഫാക്ടറി പ്രൊഡക്റ്റ് മോഡലാക്കി. ദെൻ പ്രത്യേകിച്ച് മാറ്റമൊന്നുമില്ല, ജസ്റ്റ് ഒരു ഫാക്ടറി മെത്തേഡാക്കി മാറ്റിയെന്നുള്ളൂ. ഓക്കെ, എന്നിട്ട് അത് റിട്ടേൺ ചെയ്യുന്ന പ്രൊഡക്റ്റ് മോഡലാക്കി മാറ്റി. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ചെയ്ത കഴിഞ്ഞ വീഡിയോയിലുള്ള പോലെ ആക്കി മാറ്റിയിരുന്നു. ഓക്കെ, ഇനി നമുക്ക് എവിടെ വരണം, ഹോം പേജിൽ വരണം. ഹോം പേജിൽ ഇവിടെ വന്നിട്ട് ഞാൻ എന്ത് ചെയ്യണം, ഐ എം ഗോയിങ് ടു ക്രിയേറ്റ് an instance of that product service underscore product service equal to product service. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യണം, ഈ പ്രൊഡക്റ്റ് ഞാൻ ജസ്റ്റ് ഒരു ഇനിറ്റ് സ്റ്റേറ്റ് എഴുതുന്നുണ്ട്. ഇനിറ്റ് സ്റ്റേറ്റ് നമുക്കിത് കൺസോളിൽ കിട്ടുമോ നോക്കാം. ഇനി നമ്മൾ എന്ത് ചെയ്യണം, അണ്ടർസ്കോർ പ്രൊഡക്റ്റ് സർവീസ് ഡോട്ട് ഗെറ്റ് ഓൾ പ്രൊഡക്ട്സിനെ കോൾ ചെയ്തു. ഓക്കെ, ലെറ്റ് മീ റീബൂട്ട് ദിസ് തിങ്. റീബൂട്ട് ചെയ്തു. നമ്മളുടെ യൂസർ നെയിം KMINCHELLE. ദ പാസ്വേഡ് ഈസ് ഐ ഫോർഗോട്ട് ദ പാസ്വേഡ്. 0LE what is that, 0LELPLR 0LELPLR 0LELPLR. click here, login ആയി. Okay, you have an error. Type int is not a subtype of double. Okay, somewhere you got an error, and most often you'll get errors like this. Int is not a subtype of double or no. Okay, take a look at the response. ID എന്ന് പറയുന്നത് ഇവിടെ ഡബിൾ വരുന്നത് റേറ്റിംഗിൽ ഡബിൾ ഉണ്ട്, ഡിസ്കൗണ്ട് പെർസെൻറ്റേജിൽ ഡബിൾ ഉണ്ട്, അങ്ങനെ കുറേ സ്ഥലത്താണ് ഡബിൾ വാല്യൂസ് വരുന്നത്. അപ്പോൾ ഇതിലുള്ള സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ പ്രൊഡക്റ്റ് മോഡലിൽ വരിക, പ്രൊഡക്ട്സ് ഇവിടെ ആയിരിക്കും. ഇവിടെ റേറ്റിംഗ് ഡബിൾ ആണ്, ഇതും ഡബിൾ ആണ്. ആൻഡ് ലെറ്റ് മീ മേക്ക് എവറിത്തിങ്സ്, ഈ പറയുന്ന സാധനമൊക്കെ ഞാൻ വാർ എന്നുള്ള ടൈപ്പാക്കി മാറ്റുന്നുണ്ട് നമ്മളുടെ, ബിക്കോസ് വി ഡോണ്ട് നോ എക്സാക്ട്ലി. സംടൈംസ് ഡാറ്റ എന്തായിരിക്കും 34 വന്നത്, ചിലപ്പോൾ 34.0 എന്ന് വരുന്നുണ്ടാവും. അപ്പോൾ നമുക്കത് ടാക്കിൾ ചെയ്യാൻ വേണ്ടി ഞാനിവിടെ എന്ത് ചെയ്തു, ജസ്റ്റ് ഈ ഡബിൾ ടൈപ്പിലുള്ള ആൾക്കാർ അല്ലെങ്കിൽ നമ്പേഴ്സിനൊക്കെ ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, ഐ എം ഗോയിങ് ടു മേക്ക് എവറിത്തിങ് വാർ. then this is var. okay, and anything else. okay, ഇത് ഓക്കെ ആണ്, ഇൻറ്റീജർ തന്നെ വരുന്നുണ്ടാവുള്ളൂ. റീബൂട്ട് ദിസ് തിങ്. നമ്മൾ ഷെയർഡ് പ്രിഫറൻസ് ചെയ്തിട്ട് ടോക്കൺ ചെക്ക് ചെയ്തിട്ട് അതായത് ഓൾറെഡി ലോഗിൻ ആണോ ചെക്ക് ചെയ്യാത്തതുകൊണ്ടാണ് പിന്നെയും എന്ത് ചെയ്ത് നമ്മൾ ലോഗിൻ ചെയ്യേണ്ടി വരുന്നത്. ഓക്കെ, 0LELPLR 0LELPLR login. okay, I think request failed. KMIN ഇല്ലേ,
K-min. Okay. CHELLA. ഓക്കെ, നമ്മളിപ്പോൾ ലോഗിനായി ഡാറ്റ വന്നു. ടോക്കൺ ഇവിടെ പ്രിൻ്റ് ആയിട്ടുണ്ട്. ദെൻ ഇനി നമുക്ക് വേണ്ടത്, നമുക്കിതൊന്ന് പ്രിൻ്റ് ചെയ്തില്ലല്ലേ നമ്മൾ. പ്രൊഡക്റ്റ് മോഡല്, പ്രൊഡക്റ്റ് സർവീസിൽ ടോക്കണേ പ്രിൻ്റ് ചെയ്തിട്ടുള്ളൂ. റെസ്പോൺസ് നമ്മൾ എന്ത് ചെയ്തിട്ടില്ല. ജസ്റ്റ് പ്രിൻ്റ് പ്രൊഡക്റ്റ്, ജസ്റ്റ് പ്രൊഡക്റ്റ് ഒന്ന് പ്രിൻ്റ് ചെയ്യും. സേവ് ദിസ്, ദെൻ റീബൂട്ട് ദിസ് അഗെയിൻ. റീബൂട്ട് ചെയ്ത് വരുമ്പോൾ ഇവിടെ അഗെയിൻ യൂസർ നെയിം KMIN CHELLE 0LELPLR. Click here. Okay, you got the data. Instance of product model എന്ന് വന്നു. അപ്പോൾ നമുക്ക് ഡാറ്റ എന്ത് ചെയ്തു, ഡാറ്റ നമുക്ക് കിട്ടി. നമ്മളിവിടെ ഡാറ്റ നമ്മൾ ആക്സസ് ചെയ്തിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് ഇവിടെ എന്ത് ചെയ്യാം, കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ എഴുതിയ പോലെ എന്ത് ചെയ്യാൻ പറ്റും. ആൻഡ് I'll show you. Let me have, ഇവിടെ ഞാൻ എന്ത് ചെയ്യാണ്, I'm going to have a future builder. Okay, future എന്ന് പറയുന്നത് _product service dot get all products. Okay, then builder എന്ന് പറയുന്നത് context, then snapshot. Okay, if snapshot has data, this is going to return a list view dot builder context index return a list tile. Okay, and again ഇവിടെ എന്തുണ്ട്, and ഇവിടെ return a center. Child should be a circular progress indicator. Okay, let's put a semicolon here. Save this. Now you have data here. ഇവിടെ ഡാറ്റ വന്നിട്ടുണ്ട്. ഇനി ആ ഡാറ്റ വെച്ച് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ടൈല് ബിൽഡ് ചെയ്യാം. ഓക്കെ, അതുകൂടി ഞാൻ കാണിച്ചു തരാം. നമുക്കിവിടെ ഓർത്തിരിക്കേണ്ട കാര്യം, നമ്മൾ പ്രൊഡക്റ്റ് മോഡലാണ് റിട്ടേൺ ചെയ്തത്. അതിനകത്ത് പ്രൊഡക്റ്റ് മോഡൽ ഇതാണ്. ഇവിടെ ഒന്ന് നോക്കിയാൽ കാണാം, ഇതിനകത്ത് വേറെ കുറേ ഡാറ്റ ഉണ്ട്. പ്രൊഡക്റ്റ് മോഡലിൽ ടോട്ടൽ, സ്കിപ്പ്, ലിമിറ്റ് ഒക്കെ ഉണ്ട്. വി ആക്ച്വലി നീഡ് ദിസ് തിങ്. ഇത് വെച്ചിട്ടാണ് നമ്മളിവിടെ കാർഡ്സ് ബിൽഡ് ചെയ്യേണ്ടത്, പ്രൊഡക്റ്റ് കാർഡ്. അപ്പോൾ നമ്മൾ ഇവിടെ വന്നിട്ട് നമ്മളിപ്പോൾ എഴുതിയത് എങ്ങനെയാണ്, നമ്മളുടെ ഹോം പേജിൽ വന്നിട്ട് സ്നാപ്ഷോട്ടിൽ ഡാറ്റ ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം, വി നീഡ് ടു ബിൽഡ് ദാറ്റ് ലിസ്റ്റ് വ്യൂ ബിൽഡർ എഴുതി അതിനകത്ത് എന്തുണ്ടായിരിക്കും, നമ്മളിവിടെ ഡാറ്റ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യണം, ഐ എം ഗോയിങ് ടു ടേക്ക്, ഇതിനെ സെപ്പറേറ്റ് ചെയ്ത് എഴുതുകയൊക്കെ ചെയ്യാം. ഞാൻ ജസ്റ്റ് ഇവിടെ തന്നെ എഴുതി കാണിച്ചു തരാം. ഫൈനൽ പ്രോഡക്ട്സ് എന്ന് പറയുന്ന ക്ലാസ്സിനെ പോലെ നമ്മൾ ആക്ച്വലി നമുക്ക് എന്തുണ്ട്, പ്രൊഡക്റ്റ് മോഡൽ എന്നാണ് റിട്ടേൺ ചെയ്തത്. അപ്പോൾ ഞാനിവിടെ പ്രൊഡക്റ്റ് മോഡലിനെ കോൾ ചെയ്തു. പ്രൊഡക്റ്റ് മോഡൽ പ്രൊഡക്റ്റ് ഈക്വൽ ടു എന്തായിരിക്കും, സ്നാപ്ഷോട്ടിൻ്റെ കയ്യിലുള്ള ഡാറ്റ. ഓക്കെ, ഇതിലേക്ക് ഞാൻ സ്റ്റോർ ചെയ്തു, പ്രൊഡക്റ്റിനെ സ്റ്റോർ ചെയ്തു. ആൻഡ് ഓക്കെ, ഇനി എന്ത് ചെയ്യണം, ഇതിനകത്താണ് ഇപ്പം എന്തുള്ളത്, സ്കിപ്പ്, ലിമിറ്റ്, പ്രൊഡക്ട്സ് ഒക്കെ ഉള്ളത്. ഇനി നമ്മൾ എന്ത് ചെയ്യാണ്, ഇനി നമ്മൾ ഇവിടെ എന്ത് ചെയ്യേണ്ടി വരും, നമ്മൾ ഈ ഡാറ്റയെ പ്രൊഡക്റ്റ് മോഡലിനകത്തുള്ള ഫൈനൽ പ്രോഡക്ട്സ് എന്ന് പറയുന്ന ക്ലാസ് ഉണ്ടല്ലോ, നമ്മൾ പ്രോഡക്റ്റ് ആൻഡ് ദിസ് ഈസ് പ്രൊഡക്റ്റ് മോഡൽ. അല്ലെങ്കിൽ കൺഫ്യൂഷൻ ആവും. നമുക്ക് തിരിച്ച് കിട്ടിയ വോൾ തിങ് ആണ്. പ്രൊഡക്ട്സ് ഈക്വൽ ടു പ്രൊഡക്റ്റ് മോഡലിനകത്തുള്ള പ്രൊഡക്ട്സ് ഉണ്ടായിരിക്കും. ഓക്കെ, പ്രൊഡക്റ്റ് മോഡലിനകത്തുള്ള products. Why it is getting error? Products can't be assigned to the variable type of products. Okay, that is a list. Okay, so you have to have list. ഒരു പ്രൊഡക്റ്റ് അല്ലല്ലോ, കുറേ പ്രൊഡക്റ്റ് അല്ലേ. ഓക്കെ, then list product variable type products.
or you can have final, already final products equal to products. ഇനി ഇത് വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, എന്ത് ചെയ്യാൻ പോകുന്നത്, ബിൽഡ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മളിവിടെ ഒരു സിംഗിൾ പ്രൊഡക്റ്റ് കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം, ഫൈനൽ പ്രൊഡക്റ്റ് ഈക്വൽ ടു products ഓഫ് ഇൻഡെക്സ്. ഒരു ഇൻഡെക്സിലുള്ള ഒരു പ്രൊഡക്റ്റിനെ എടുത്തിട്ട് എന്ത് ചെയ്യണം, ഇതിലേക്ക് സ്റ്റോർ ചെയ്തു, പ്രൊഡക്റ്റിലേക്ക് സ്റ്റോർ ചെയ്തു. ഇനി ലിസ്റ്റ് ടൈലിനകത്ത് വന്നിട്ട് ടൈറ്റിൽ എന്ന് പറയുന്നത് ടെക്സ്റ്റ് ആണ്. ദാറ്റ് ഷുഡ് ബി ഡോളർ പ്രൊഡക്റ്റ് ഡോട്ട് ടൈറ്റിൽ. സബ് ടൈറ്റിൽ നിങ്ങൾക്ക് എഴുതാം. ഇത് ഞാൻ ഒന്നുകൂടി കോപ്പി ചെയ്യുന്നുണ്ട്. then the subtitle എന്ന് പറയുന്നത് exactly subtitle, and this should be price. Save this. There is an error, hot reload error. രണ്ട് comment order, remove that comment. Okay, now you can see you got the product. ഇപ്പോൾ ഓൾ പ്രൊഡക്റ്റ് എന്ത് ചെയ്തിട്ടുണ്ട്, ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. വാട്ട് ഈസ് എറർ, ഐറ്റം കൗണ്ട് കൊടുത്തിട്ടില്ല. ആൻഡ് റിമെമ്പർ ടു പാസ് ദ ഐറ്റം കൗണ്ട്. ഐറ്റം കൗണ്ട് എന്തായിരിക്കും, നമ്മളുടെ പ്രൊഡക്ട്സ് ഡോട്ട് ലെങ്ത് ആയിരിക്കും. സേവ് ദിസ് ആൻഡ് ദിസ് ഇസ് nullable. ഓക്കെ, സേവ് ദിസ്. ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്തിട്ടുണ്ടാവും, ഇതിനകത്ത് പ്രൊഡക്റ്റ് ലിസ്റ്റ് ചെയ്തിട്ടുണ്ടാവും. ഓക്കെ, ദർ ആർ ലോട്ട് ഓഫ് പ്രൊഡക്ട്സ് ചെയ്യും. അപ്പോൾ അവിടെ ലിമിറ്റൊക്കെ ഉണ്ട്. ആ ലിമിറ്റൊക്കെ വെച്ച് നിങ്ങൾക്ക് ഇതിനെ എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് ചെയ്യാൻ കഴിയും. ഓക്കെ, അപ്പോൾ ഇത് ലിസ്റ്റ് ടൈലിലാണെന്ന് ഓർത്തിരിക്കുക. ആൻഡ് യു ക്യാൻ ഹാവ് ദാറ്റ് സ്റ്റൈലിംഗ് ഹിയർ, റാപ്പ് വിത്ത് എ കാർഡ്. സേവ് ദിസ്. നൗ യു ഗോട്ട് പ്രൊഡക്റ്റ്. ഓക്കെ, എല്ലാത്തിൻ്റെയും ഓൾ ഡാറ്റ ഉണ്ട്. ഒരു പ്രൊഡക്റ്റിൻ്റെ ഇത്രയും ഡാറ്റ വന്നിട്ടുണ്ട്. ഇമേജ്, റേറ്റിംഗ്, സ്റ്റോക്ക്, ബ്രാൻഡ്, അങ്ങനത്തെ ഇമേജസ്, ഒന്നിലധികം ഇമേജസ് ഒക്കെ ഉണ്ട്. അപ്പോൾ ഇതൊക്കെ വെച്ച് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ബ്യൂട്ടിഫുൾ കാർഡ്സ് പ്രൊഡക്റ്റ് കാർഡ്സ് ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ ഞാനത് ചെയ്യുന്നില്ല, ചെയ്താൽ കുറേ സമയം എടുക്കും. ബട്ട് ഐ തിങ്ക് യു നോ ഹൗ ടു ഫെച്ച് ദ ഡാറ്റ. ആൻഡ് ഇനി ഇവിടെ സപ്പോസ് ഞാനിവിടെ നമ്മളുടെ പ്രൊഡക്റ്റ് സർവീസിൽ വരിക. ഈ പ്രൊഡക്റ്റ് സർവീസിനകത്ത് സപ്പോസ് നമ്മളിവിടെ കൊടുത്തത് ഇത് ഓത്ത് സർവീസാണ്. പ്രൊഡക്റ്റ് സർവീസ് എടുക്കുക. പ്രൊഡക്റ്റ് സർവീസിൽ വന്നിട്ട് ഇവിടെ ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, ഓതറൈസേഷൻ കൊടുത്തിട്ടില്ല എന്ന് വിചാരിക്കുക. സേവ് ചെയ്തു. ഇവിടെ കണ്ടോ, ഇവിടെ എന്ത് വരും, യു ആർ ഗോയിങ് ടു ഗെറ്റ് എറേഴ്സ് ഹിയർ ബിക്കോസ് ഇവിടെ എന്തുണ്ട്, ഓതറൈസ്ഡ് ആണെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നിങ്ങൾക്ക് ആക്സസ് ചെയ്യാൻ പറ്റുള്ളൂ. ഞാനത് തിരിച്ച് അവിടെ തന്നെ ഇട്ടു. നൗ യു ഗോട്ട് ദ ഡാറ്റ. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ആ എററൊക്കെ കറക്റ്റായിട്ട് ഇവിടെ ത്രോ ചെയ്യിക്കുകയൊക്കെ ചെയ്യാം. ഇവിടെ കറക്റ്റായിട്ട് എന്താണ് റിട്ടേൺ ചെയ്ത എറർ, അങ്ങനത്തെ കാര്യമൊക്കെ ഇവിടെ കാണിക്കാം. ഓക്കെ, ഐ തിങ്ക് ദിസ് ഐഡിയ ഇസ് ക്ലിയർ. ആൻഡ് ലെറ്റ് മീ റാപ്പ് ഇറ്റ് അപ്പ്. ഒന്നുകൂടി എക്സ്പ്ലെയിൻ ചെയ്യാം എന്താണ് ചെയ്യുന്ന കാര്യം. http.get കോൾ ചെയ്തു. അതിൻ്റെ കൂടെ നമ്മൾ URI ആയിട്ട് കൺവേർട്ട് ചെയ്തു. ഹെഡേഴ്സിനകത്ത് എന്ത് ചെയ്യണം, യു ഹാവ് ടു പാസ് ദിസ് content type and the authorization, and this token is what you got when we logged in. നമ്മൾ ലാസ്റ്റ് ടൈം ലോഗിൻ ചെയ്തപ്പോൾ നിങ്ങൾക്ക് കിട്ടിയ ആ JWT ടോക്കൺ ആണ് എന്ത്, ഇതിൻ്റെ കൂടെ വേറെ ടോക്കൺ ആയിട്ട് നമ്മൾ പാസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ആൻഡ് ദിസ് ഇസ് ഹൗ യു പാസ് ഡാറ്റ. അതല്ലെങ്കിൽ ടോക്കൺ പാസ് ചെയ്യുന്നത്. ദെൻ തിരിച്ച് നിങ്ങൾക്ക് ഡാറ്റയെ നമ്മൾ എന്ത് ചെയ്യും, നോർമൽ ഇപ്പോൾ സാധാ ചെയ്യുന്ന പോലെ തിരിച്ച് ഡാറ്റ വരും. അതിനെ നമ്മൾ തിരിച്ച് ഡാട്ടിലേക്ക് മാറ്റിയെടുക്കുന്നു. ഓക്കെ, ഐ തിങ്ക് ദിസ് ഇസ് ക്ലിയർ ടു യു. ആൻഡ് ട്രൈ ചെയ്ത് നോക്കണം. ഞാൻ ഷെയർ ചെയ്യാം, കോഡ് ഞാൻ ഷെയർ ചെയ്യാം, ഗിറ്റബിലിട്ട് ഷെയർ ചെയ്യാം. ഓക്കെ, ആൻഡ് നിങ്ങൾ വീഡിയോ കാണുന്നുണ്ട്, ചെയ്ത് നോക്കുന്നെന്ന് വിചാരിക്കുന്നു. ആൻഡ് കമൻറ്റ് ചെയ്യണം. ആൻഡ് കൺസിഡർ സബ്സ്ക്രൈബിങ്. നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് തോന്നിക്കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യുക. ആൻഡ് ഷെയർ ടു യുവർ ഫ്രണ്ട്സ്. Okay, I need more subscription because I lack subscriptions, and people are watching my video but they're not subscribing. I don't know why. Okay, anyway, consider subscribing if this thing is useful to you. Anyway, thank you for watching, and I'll come with a new video. വേറൊരു വീഡിയോ ആയിട്ട് വല്ലാണ്ട് വൈകാതെ വരാം. ഇനി നെക്സ്റ്റ് വീഡിയോ ചിലപ്പോൾ ബ്ലോക്കുമായി ബന്ധപ്പെട്ട വീഡിയോസാണ് ഞാൻ ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ see you soon. Okay, bye.